നമസ്കാരം, JB ജംഗ്ഷനിലേക്ക് സ്വാഗതം. വിവാദങ്ങൾ ഒരിക്കലും ഈ ഉദ്യോഗസ്ഥന് പുത്തിരിയായിരുന്നില്ല. ഋഷിരാജ് IPSന്റെ വഴിത്താരയിലൂടെയും വിവാദങ്ങളിലൂടെയും ഈ എപ്പിസോഡ് കടന്നു പോകും. ഈ സെൻട്രൽ ഏജൻസീസിനേക്കാളും എന്തുകൊണ്ടും ഭേദം കേരള പോലീസാണെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ട്, താങ്കളുടെ അനുഭവം വെച്ചിട്ട്? ഇല്ല, അത് സെൻട്രൽ ഏജൻസി CBI കാര്യം നോക്കുകയാണെങ്കിൽ അത് ഒരു ഇൻവെസ്റ്റിഗേഷൻ മാത്രമേ ഉള്ളൂ. എന്നാലും താങ്കളുടെ ഒരു കംഫർട്ട് ലെവൽ എവിടെയാണ്? നോക്കിക്കോളൂ, താങ്കൾ പല സ്ഥലങ്ങളിലും പോയിട്ടുണ്ട്, ഒരാൾ പറയാൻ വേണ്ടി വരുന്നുണ്ട്. ശ്രീ ഋഷിരാജ് സിംഗിനെ നേരത്തെ അറിയുമെങ്കിലും അടുത്തായി അറിയാൻ തുടങ്ങിയത് 99-ൽ ഇദ്ദേഹം SPGയിൽ AIG ആയി ചേർന്നപ്പോഴാണ്. ഒരു 3-4 മാസം കൂടെ കാത്തിരുന്നുവെങ്കിൽ DIG ആയി തന്നെ ചേർന്ന് ട്രെയിനിങ് ഒഴിവാക്കാമായിരുന്നു. അദ്ദേഹം അത് ചെയ്യാതെ AIG എന്ന നിലക്ക് തന്നെ ജോയിൻ ചെയ്ത് 25-26 വയസ്സുള്ള ഇന്ത്യയിലെ ഒട്ടാകെയുള്ള പാരാമിലിറ്ററി ഫോഴ്സിൽ നിന്നും എടുത്ത ഏറ്റവും ശാരീരിക ക്ഷമതയുള്ള SI-മാരുടെയൊക്കെ തന്നെ കൂടെ വളരെ കഠിനമായ കമാൻഡോ ട്രെയിനിങ് ചെയ്യാൻ സന്നദ്ധനായി എന്ന് മാത്രമല്ല 3 മാസത്തെ ട്രെയിനിങ് വളരെ ആത്മാർത്ഥമായി ചെയ്ത് സ്വന്തം വെയ്റ്റ് 16 കിലോയോളം കുറച്ചു. ഇത് ട്രെയിനിങ്ങിൻ്റെ ചാർജ് ഉള്ള ഒരു ഓഫീസർ എന്ന നിലയ്ക്ക് ഞാൻ നേരിട്ട് കണ്ടതാണ്. അതോടുകൂടിയാണ് അദ്ദേഹത്തെ ഞാൻ അടുത്തറിഞ്ഞതും അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റീസിനെ പറ്റി മനസ്സിലാക്കാനുള്ളൊരു അവസരം ലഭിച്ചത്. താങ്കൾ ഇതിന് ഇങ്ങനെയുള്ള പരീക്ഷണങ്ങളൊക്കെ ചെയ്യുന്നത് വേണമെങ്കിൽ ഒഴിഞ്ഞു മാറിക്കൂടെ? ഞാൻ പ്രൈം മിനിസ്റ്റർ സെക്യൂരിറ്റി ജോയിൻ ചെയ്തത് ഫെബ്രുവരി 2, 1999 അന്ന് എനിക്ക് 14 വർഷത്തിൻ്റെ സർവീസാണ്. ഞാൻ ഇവിടെ ഞാൻ DIG ആയി. DIG ആയ സമയത്താണ് ആ ഓർഡർ വന്നത്. അവിടെ DIG സെൻട്രലിൽ എപ്പോഴും ലേറ്റ് ആണല്ലോ. അതെ അതെ. അപ്പോൾ അവിടെ ഞാൻ SP ഉള്ളൂ. അപ്പോൾ ഞങ്ങളോട് ഡയറക്ടർ ശ്രീ MR റെഡ്ഡി സർ പറഞ്ഞു, വേണമെങ്കിൽ ചെയ്യാം, വേണമെങ്കിൽ ഒഴിവാക്കാം, യു ആർ എ സീനിയർ ഓഫീസർ എന്നാവും. ഞാൻ പറഞ്ഞു അല്ല, അത് ശരിയല്ല. അപ്പോൾ ട്രെയിനിങ് നടക്കുന്നത് അവിടെ സബ് ഇൻസ്പെക്ടർ മുതൽ SP വരെ ഒരുമിച്ചാണ് നടക്കുന്നത്. 25 മിനിറ്റിൽ 5 കിലോമീറ്റർ ഓടണം. പിന്നെ കുറേ കാര്യങ്ങളുണ്ട് അവിടെ. നമ്മുടെ റോപ്പൊക്കെ, പിന്നെ ഒരു 7 ദിവസത്തിൻ്റെ ഒരു ട്രെയിനിങ് ഉണ്ട്. അത് അത്രയും ടഫ് ട്രെയിനിങ് വരെ എവിടെ തന്നെ കൊണ്ടുപോയില്ല. അതായത് ജംഗിളിൽ കാടിലേക്ക് കൊണ്ടുപോകും. നമ്മൾ ഉറങ്ങാൻ പാടില്ല 7 ദിവസം ഏത് സമയത്തിലും. പിന്നെ ഈ പുഴകളിൽ കൊണ്ടുപോകും. രാത്രി മുഴുവൻ ഒരു 42 കിലോമീറ്ററിൻ്റെ ഒരു ഓട്ടവും കൂടിയുണ്ട്. അതും ഞാൻ ഓടിയതാണ്. അതായത് ഒരു ഫുൾ മാരത്തോൺ. രാത്രി 8 മണിക്ക് തുടങ്ങി 12 മണിക്ക് തീരുകയായിരുന്നു. അത് എല്ലാം ഇതിനകത്ത് അതെല്ലാം ഞങ്ങൾ ചെയ്തു. ഞങ്ങൾ 26 ആളുകളായിരുന്നു മറ്റ് പല സംസ്ഥാനങ്ങളിൽ നിന്ന്. അപ്പോൾ ഈ സബ് ഇൻസ്പെക്ടേഴ്സ് അവർക്ക് മുമ്പിൽ ഞാനൊന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവരുടെ ചിലപ്പോൾ ഞാൻ 1ാമത്തെ സ്ഥാനത്ത് നിന്ന് ചിലപ്പോൾ ഞാൻ ഒന്നുമില്ലായിരിക്കും. പക്ഷേ റേസും മൊത്തം നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മളെല്ലാം ചെയ്തിരിക്കും. അത് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷേ നമ്മൾ ചെയ്യണമല്ലോ. ചെയ്യാതെ മിസ്സാക്കായിരുന്നത് താങ്കൾക്ക് ഒരു മുതൽക്കൂട്ടായി അല്ലേ? താങ്കൾക്ക് വേണമെങ്കിൽ ഒരു പച്ചപ്പി നീക്കായിരുന്നു. പക്ഷേ അത് നമ്മൾ ചെയ്തില്ലെങ്കിൽ അത് ഒരു എല്ലാ ആളുകളും അത് ഡയറക്ടർ അങ്ങനെ പറഞ്ഞാണെങ്കിലും ഡയറക്ടർ വിചാരിക്കും ഇയാളൊന്ന് ഒഴിഞ്ഞു മാറാൻ സ്വഭാവമുള്ള ആളാണ്, അത് ആൾ ശരിയല്ല എന്ന് പറഞ്ഞിട്ട് ഡയറക്ടർ ചിലപ്പോൾ അങ്ങനെ പറഞ്ഞ് നോക്കുമായിരിക്കും ഇയാൾ എന്ത് പറയുമെന്ന്. നമ്മളെല്ലാം 3 മാസത്തിൻ്റെ ട്രെയിനിങ് കറക്റ്റായിട്ട് ചെയ്തു. അതിന് ശേഷമാണ് അപ്പോൾ അതിനകത്ത് 85 ആയിരുന്നു എൻ്റെ ഭാരം, 67 അവസാനത്ത്. അപ്പോൾ അതൊരു ടഫ് ട്രെയിനിങ്. അതൊക്കെ ട്രെയിനിങ്ങിൻ്റെ ഭാഗമാണ്. നമ്മളത് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. സാധാരണ ഉദ്യോഗസ്ഥന്മാരിൽ നിന്ന് വ്യത്യസ്തത താങ്കൾ വെച്ച് പുലർത്തുന്നതുകൊണ്ടാണല്ലോ താങ്കളെ ജനങ്ങൾ പല ആൾക്കാരും ഇഷ്ടപ്പെടുന്നത്. ശ്രീ ഋഷിരാജിനെ പല ആൾക്കാരും ഇവിടെ വിളിക്കുന്നത് സിംഗം എന്നാണ്. അത് ആളുകളുടെ അത് അവരുടെ മഹാനതയാണ്. അത് അവർക്ക് എന്ത് വേണമെങ്കിലും വിളിക്കാം. അവരോട് നമ്മൾ തിരിഞ്ഞ് ചോദിക്കാൻ പറ്റുമോ? ആരെങ്കിലും താങ്കൾ ഈ കോളേജിലും അവിടെയൊക്കെ പോകുന്ന സമയത്ത് പുറകിൽ സിംഗം സിംഗ് എന്ന് വിളിക്കാറുണ്ടോ? അങ്ങനെ ആരും വിളിക്കാറില്ല. കേട്ടിട്ടില്ല? ഞാൻ കേട്ടിട്ടില്ല. ഇല്ല. നോക്ക്, ഇത് താങ്കളുടെ ഋഷിരാജ് സിംഗ് ഫാൻസ് പടിഞ്ഞാറേ മുട്ടം സിംഗ് ഈസ് കിങ് ഒരു പോസ്റ്ററാണ്. നാട്ടുകാർ നമ്മളോട് കാണിക്കുന്ന ഒരു ബഹുമാനമായിട്ടാണ് ഞാൻ ഇതെല്ലാം കാണുന്നത്. ഈ പോസ്റ്റർ, ഇതുപോലുള്ള പോസ്റ്ററുകൾ താങ്കൾ കണ്ടിട്ടുണ്ടോ? ഓരോ സ്ഥലത്തിലും കണ്ടിട്ടുണ്ട്. അതായത് ഹരിപ്പാടിൽ എവിടെയോ ഹരിപ്പാടും കായംകുളത്തിൻ്റെ അടുത്ത് ഒരു പോസ്റ്റർ, ജേക്കബ് തോമസിൻ്റെ മോള് ശോഭിത അവിടെ ഏതോ ഒരു കാര്യത്തിൽ പോകുമ്പോൾ പുള്ളിക്കാരി എന്നെ വിളിച്ച് പറഞ്ഞതാണ് അങ്ങനെ ഒരു പോസ്റ്റർ കടപ്പുണ്ട്. ഇത് അടുത്തത് തൃശ്ശൂർ ഋഷിരാജ് സിംഗ് ഈ വാഹനത്തിന്റെ ഐശ്വര്യം തൃശ്ശൂർ ഷൊർണൂർ റോഡിൽ കോലാഴിയിൽ നിന്നും പകർത്തിയ ചിത്രമാണ്. സാധാരണ വണ്ടി ഓടിക്കുന്നവന് ഋഷിരാജ് സിംഗ് ഇടയ്ക്ക് വന്ന് ചാടുമോ എന്നുള്ളൊരു പേടിയാണ് ഉണ്ടാകേണ്ടത്. പക്ഷെ വേണമെങ്കിൽ സാധാരണ പോലീസുകാർ പിടിക്കാതിരിക്കാൻ വേണ്ടി വെച്ചതാണോ? ആവാം, തന്ത്രമാണ്.
അങ്ങനെ ആയിരിക്കില്ല. മലയാളികൾക്ക് നല്ല അങ്ങനെ ആയിരിക്കില്ല. താങ്കളൊരു വേറൊരു ശൈലി, സാധാരണ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഒന്നും ഇങ്ങനെയുള്ള ഫാൻസ് അസോസിയേഷൻ കാണാറില്ല. ഇപ്പോൾ താങ്കൾക്ക് മമ്മൂട്ടി മോഹൻലാലൊക്കെ കഴിഞ്ഞാൽ പിന്നെ താങ്കൾക്കാണ് ഏറ്റവും കൂടുതൽ ഫാൻസ് കേരളത്തിൽ ആൾക്കാർ പറയുന്നത്. ഉണ്ട്. 3-4 സൈറ്റുകളൊക്കെ ആളുകൾ വിളിച്ച് പറയാറുണ്ട്. ഈ സൈറ്റുകൾ നോക്കുമ്പോൾ അവരെ കുറേ ആളുകളുണ്ട്. ഇടയ്ക്ക് ഫോണിൽ ആൾക്കാർ വിളിക്കും, സാർ ഞാൻ സാറിൻ്റെ ഒരു ഫാനാണ് സാർ. വിളിക്കാറുണ്ട്. ഫോൺ വിളി ഉണ്ടല്ലോ നമ്മൾ. എല്ലാ ആളുകളും വിളിക്കാറുണ്ട്. ഐ ടേക്ക് എവരിബഡീസ് കോൾ. രാത്രി 12 മണി മുതൽ രാവിലെ 6 മണി ഒഴിച്ചിട്ട് ബാക്കി നമ്മൾ 18 മണിക്കൂറിൽ നമ്മൾ ആര് വിളിച്ചാലും ഫോൺ എടുക്കും. ഫോണാണ്. ഒരു മനുഷ്യൻ കൊണ്ട് പേടിക്കാൻ കാര്യമില്ല. ഐ ഫർംലി ബിലീവ് ഇൻ ദാറ്റ്. അപ്പം നമുക്ക് ആരോടും ഫോൺ മാത്രം കണ്ടിട്ട് പേടിക്കാത്ത കാര്യമൊന്നുമില്ല. ആരുമായാലും ഐ ടേക്ക് എവരിബഡീസ് കോൾ. താങ്കൾ വേഷം മാറുന്നതിൽ വിദഗ്ധനാണെന്ന് ആൾക്കാർ പറയുന്നു. അങ്ങനെ ഒന്നുമില്ല, അതും ഒരു പറച്ചിലേ ഉള്ളൂ. ഇടയ്ക്ക് ലുങ്കിയൊക്കെ എടുത്ത് ഒരു സാധാരണ നമുക്ക് ആ ഒരു എവിടെങ്കിലും പോയാലും ഒരു ടീഷർട്ട് വെച്ചിട്ടും ഒരു താഴെ ഒരു ഹാഫ് പാൻറ് വെച്ചാലും പിന്നെ നമ്മുടെ ഒരു ചപ്പൽ വെച്ചാലും അത് ഒരു ഏകദേശം ഒരു വേഷം നമ്മൾ മാറിയല്ലോ. അത്രേ ഉള്ളൂ കാര്യം ഇതിനകത്ത്. വേണമെങ്കിൽ ലുങ്കി വെക്കാം. ലുങ്കി ഞാൻ വെക്കാറുണ്ട്. താങ്കൾ കിളിയായിട്ട് മാറി പോയി പിടിച്ചു. ലുങ്കി നമ്മൾ വെക്കാറുണ്ട്. ഞാൻ ഈ കല്യാണം സമയത്തിൽ പോകുമ്പോൾ എന്നോട് മിക്കവാറും ഞാൻ ലുങ്കി വെക്കാറുണ്ട്. സിനിമയിലും പോകുമ്പോഴും ഞാൻ ലുങ്കി വെക്കാറുണ്ട്. അപ്പോൾ അതിനകത്ത് ഒരു രാത്രി ഒരു നൈറ്റ് പെട്രോൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ ലുങ്കി വെച്ചിട്ട് ചിലപ്പോൾ പോയി കാണാം. അതിനകത്ത് വേഷം മാറും എങ്ങനെയാവുന്നത്. എന്തായാലും അതൊരു വേഷം മാറ്റമായിരുന്നു. എന്താ കാരണം വെച്ചാൽ സാധാരണ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ചെയ്യാത്തൊരു കാര്യമാണ് താങ്കൾ ചെയ്തത്. ഒരു ലോറിയിൽ ഒരു കിളിയായി ലുങ്കി ഒക്കെ എടുത്ത്. ഓർമീസ് തെരങ്കൻസിന് DG ആയിരുന്നപ്പോൾ പറഞ്ഞു, അന്ന് ഈ ഹൈവേ പെട്രോൾ ഹൈവേ പെട്രോളിൽ ചെറിയ ഒരു അവർ നന്നായിട്ട് പ്രവർത്തിക്കാനില്ല പറഞ്ഞിട്ട് നിങ്ങളൊന്ന് നോക്കുമോ. അപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടാണ് നമ്മളെ ഒരു 3-4 സ്ഥലത്തിൽ പോയി അത് അവർ നന്നായിട്ട് പ്രവർത്തിക്കില്ലാത്ത കാര്യം എനിക്ക് നേരിട്ട് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പോൾ അവിടെ പോയത് ഇങ്ങനെയൊക്കെയുള്ള ഒരു നമ്മൾ ലുങ്കിയൊക്കെ വെച്ചിട്ടോ ടീഷർട്ട് വെച്ചിട്ട് നമ്മൾ പോയ കാര്യം ശരിയാണ്. ഇന്ന് താങ്കൾക്ക് അങ്ങനെ പോകാൻ പറ്റില്ല ശ്രീ ഋഷിരാജ്. എന്താ കാരണം വെച്ചാൽ താങ്കളുടെ മുഖം വളരെയധികം ഫെമിലിയറായി. ഇന്ന് താങ്കൾ ലുങ്കി എടുത്തിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾ 1 കിലോമീറ്റർ ദൂരം വെച്ച് താങ്കളെ കണ്ടുപിടിക്കും ആൾക്കാർ. ബുദ്ധിമുട്ടായിരിക്കും. അവിടെ പോയാലേ മനസ്സിലാവുള്ളൂ. ഇരുട്ടാണ്, രാത്രിയിൽ കാണാൻ പറ്റില്ല. അതല്ലെങ്കിൽ ഈ മീശയൊക്കെ ഇന്ന് വടിച്ചു കണ്ടുവരും. പക്ഷെ അതിന് താങ്കൾ തയ്യാറല്ല. മീശ നമ്മൾ രാജിവെച്ചിട്ട് പോവാം. മീശ കൊണ്ട് നമുക്ക് ഒരു പരിപാടി നമ്മൾ സംബന്ധിക്കാൻ നമ്മൾ തയ്യാറല്ല. ഭാര്യ പറഞ്ഞില്ലേ ഇത്രയും വലിയ മീശ വേണോ? അല്ല, ഭാര്യ ഇഷ്ടമാണ് മീശ. താങ്കൾ ഈ പെൺകുട്ടികളൊക്കെ ഈ മുടിയൊക്കെ ഇങ്ങനെ പരിപാലിക്കുന്ന പോലെ താങ്കൾ ഈ മീശ രാവിലെ പരിപാലിക്കുന്ന കാണുമ്പോൾ ഭാര്യ അത് ആ രീതിയിൽ പുള്ളിക്കാരി ചെരിച്ചിട്ടിട്ട് ഒന്നുമില്ല. അത് കാണാൻ നല്ലതാണ്, നീളം വെച്ചോളൂ. അവർക്കൊരു ശല്യം സൃഷ്ടിച്ചിട്ടില്ല. പക്ഷേ ഈ താങ്കൾ ഈ മലയാളം പഠിത്തവും മലയാള സിനിമ കാണലൊക്കെ ഭാര്യയ്ക്ക് ഒരു ഈർഷ്യയായിട്ടുണ്ടോ എപ്പോഴെങ്കിലും? പുള്ളിക്കാരി എല്ലാ സിനിമയും പോകാൻ പറ്റില്ല. ഏത് നല്ല പടമുണ്ടെങ്കിൽ പുള്ളിക്കാരി പറയും, നല്ല പടമുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞാൽ മതി, ഞാൻ കൂടെ വരാം. താങ്കളുടെ വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു ചിത്രമാണത്. അതെ, അത് ഞങ്ങളുടെ ഒരു മാരേജ് ആനിവേഴ്സറിയിൽ എടുത്തതാണ്. ഈ 3 വർഷം മുമ്പുള്ള മാരേജ് ആനിവേഴ്സറി November 1 എടുത്ത് എൻ്റെ മകളാണ് എടുത്തത് ചിത്രം. വളരെ മനോഹരമായൊരു ചിത്രം. അത് താങ്കളത് ഫ്രെയിം ചെയ്ത് വെക്കണം. അത് ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഭാര്യയെ താങ്കളുടെ അടുത്ത് നിന്ന് പാടി കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും നല്ല പാട്ട് ഏതാണ്? നമ്മുടെ മധുബകലും. ഇതാണ് പാട്ട്. എപ്പോഴും ഞാൻ പറയുമ്പോൾ ഏത് പാട്ട് പാടണമെന്ന് ഒരു പാർട്ടിയിലോ ഒക്കെ നിങ്ങൾ ആ പാട്ട് ഒന്ന് പാടും. പുള്ളിക്കാരിക്ക് ഇഷ്ടമാണ്. പുള്ളിക്കാരി പക്ഷേ ഹിന്ദി പാട്ടും താങ്കളോട് പാടാൻ പറയില്ലേ? ഹിന്ദി പാട്ട് പാടാൻ പറയും. മലയാളം പഠിച്ചോ പുള്ളിക്കാരി? പിന്നെ എന്നെ മുമ്പാണ് പഠിച്ചത്. മലയാളം പഠിച്ചില്ലെങ്കിൽ ഇന്ന് വൈകുന്നേരം എന്ത് തരക്കാരി ഉണ്ടാക്കണമെന്ന് എന്ത് നമ്മൾ പച്ചക്കറി ഉണ്ടാക്കണമെന്ന് അതോ എല്ലാം പഠിച്ചത് ഈ ജോലിക്കാരി കൊണ്ട് ആദ്യമായിട്ട് പഠിക്കുന്നത് പെണ്ണുങ്ങളാണ്. ഒരു സംശയമൊന്നും വേണ്ട. ഒരാഴ്ചയിൽ പഠിച്ചു. മക്കളുടെ കാര്യം എങ്ങനെയാണ്? 2 മക്കളുണ്ട് താങ്കൾ. അവരൊക്കെ ജനിച്ച വളർന്ന ഇവിടെ അല്ലേ. എല്ലാം സൂപ്പർ മലയാളം പഠിക്കും. അവരുടെ ക്ലാസ്സിലോ ഒക്കെ സ്കൂളിലോ ഒക്കെ അവർ പഠിച്ചത് ഇതിനാണ്. ദേ സ്പീക്ക് വെരി. പത്രങ്ങളിലും ചാനലുകളിലും ഒക്കെ വിവാദം സൃഷ്ടിക്കുന്ന ഒരു പോലീസ് ഓഫീസറെ വീട്ടുകാർ കാണുന്നു, നാട്ടുകാർ കാണുന്നു, രാഷ്ട്രീയക്കാർ കാണുന്നു, എല്ലാവരും കാണുന്നു. ഞാൻ പറഞ്ഞ പോലെ ഒരു ആൾമാറാട്ടം, പിന്നെ ഈ പറഞ്ഞ വൈദ്യുതി മോഷണത്തിനെതിരെയുള്ള താങ്കളുടെ ഒരു നിലപാട്, CD റെയ്ഡ്, അങ്ങനെ ഹെൽമെറ്റ്, താങ്കൾ കൈവെക്കാത്തൊരു മേഖലയില്ല. ഇതൊക്കെ ഒരു ആക്ടിവിസ്റ്റ് പോലീസ് ഓഫീസറിന് പറഞ്ഞിട്ടുള്ളതാണോ? അതെയോ ഇങ്ങനെയൊക്കെ ചെയ്യണമെന്നുള്ളത് നിയമപരമായിട്ട് ഒരു കടമയായിട്ട് എടുക്കുന്നതാണ്? കേരള സർക്കാർ ആയാലും ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആയാലും പണിയില്ലാത്ത ഒട്ട് പോസ്റ്റ് ഇല്ല. അത് ആദ്യത്തെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. പോസ്റ്റ് ഉണ്ടാക്കാറ് വലിയ പാടുപെട്ടിട്ടേ നമ്മുടെ ഇന്ത്യ രാജ്യത്തിൽ പോസ്റ്റ് ഉണ്ടാവുള്ളൂ. ഞാൻ സത്യം പറയുകയാണ്. അതിന്
ഒറ്റ ഉദാഹരണം എന്നെ ഒന്ന് എടുത്താൽ മതി. ഏത് പോസ്റ്റിൽ നമ്മൾ പോയാലും അത്രയും നമ്മുടെ ഒരു KSEB വിജിലൻസ് ഓഫീസറായിട്ട് ആരും പോകാൻ തയ്യാറല്ലായിരുന്നു. ആരടൻ മുഹമ്മദ് സാർ എന്നോട് ചോദിച്ചു, ഒന്ന് വരാമോ ഇവിടെ എനിക്ക് കിട്ടാൻ ആളില്ല, വുഡ് യു കം? ഐ വിൽ കം സർ. 345 കോടി രൂപ ലിക്വിഡ് ക്യാഷ്, അതായത് ഫൈനായിട്ട് ഞങ്ങൾ ആളുകളൊക്കെ ഇത് ചിലപ്പോൾ ചില ആളുകൾ ഇതൊക്കെ മോഷ്ടിക്കുകയായിരുന്നു, ചില ആളുകൾ ബില്ല് പകുതി കൊടുക്കുകയായിരുന്നു, ചില ആളുകൾ മീറ്റർ ശരിയില്ലായിരുന്നു. നമ്മളെല്ലാം പോയി എല്ലാ സ്ഥലത്ത് റെയ്ഡൊക്കെ ചെയ്തിട്ട് എല്ലാം കറക്റ്റാക്കി. നമ്മളൊന്നും ചെയ്യാതെ ആ പൈസ നമുക്ക് കിട്ടാത്ത പൈസ നമുക്ക് തിരിച്ച് കിട്ടി. 345 കോടി നമുക്ക് സർക്കാർ നമ്മുടെ കേരള ഖജനാവിന് നമ്മൾ കിട്ടിയത്. 1 കോടി രൂപ ദിവസേന KSEB ഖജനാവിലേക്ക് നമ്മൾ വരാൻ തുടങ്ങി. ഞാൻ വന്ന ശേഷം കുറച്ച് ദിവസങ്ങൾ അവർക്ക് മനസ്സിലായില്ല ഈ 1 കോടി രൂപ കൂടുതൽ എവിടെ നിന്നാണ് വരുന്നത്. കാരണം പുതിയ കണക്ഷൻ ഒന്നുമില്ല. അന്ന് 55 ലക്ഷം കണക്ഷനേ ഉള്ളൂ. ഞാൻ 2006 കാര്യമാണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു ഈ പൈസ എവിടെ നിന്നാണ് വരുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ പറഞ്ഞു സാർ ഇപ്പോൾ ആളുകൾ ഈ റെയ്ഡ് കൊണ്ട് ഈ ഒത്തിരി ഫൈനുണ്ട് ഇപ്പോൾ ആളുകൾക്ക്. ആ ഫൈൻ കൊണ്ടുപോകും. പിന്നെ അവർ തന്നെത്താൻ അവരുടെ ഈ നമ്മുടെ ഈ കളവൊക്കെ അവിടെ നിർത്തി. പിന്നെ ഫൈനുകൾ ഇതെല്ലാം ഒരുമിച്ച് വരുമ്പോഴാണ് 1 കോടി രൂപ ദിവസം കിട്ടുന്നത്. ഈ കാര്യം അദ്ദേഹം തന്നെ ക്ലിഫ് ഹൗസിൻ്റെ അടുത്ത് ക്വാർട്ടർ നമ്പർ 4 വിളിച്ച് എന്നെ ആശംസകൾ കൊടുത്തിട്ട് ശേഷം ഈ കാര്യം താങ്കൾക്ക് ഏത് തസ്തികയിൽ പോകുന്നതിനും ഒരു വിഷമം ഉണ്ടായിട്ടില്ല. അപ്പം താങ്കൾ പല സ്ഥലങ്ങളിലേക്കും താങ്കൾ ഷണ്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് പലപ്പോഴും. 4 മാസം 5 മാസം 6 മാസം ഇന്നേ വരെ താങ്കൾക്കൊരു ഒരു വിഷമമോ സങ്കടമോ ഒരു വെറുപ്പോ വിദ്വേഷമോ ഉണ്ടായിട്ടില്ല. യു ആർ കംഫർട്ടബിൾ എനിവെയർ. എല്ലാ സ്ഥലത്തിലും അതാണല്ലോ ഒരു IPS IAS ഓഫീസറിൻ്റെ കഴിവ്, അതായിരിക്കണം. ഈ സിവിൽ സർവീസിൻ്റെ അവർ പറയുന്നത് ഇറ്റ് ഈസ് ദ ബെസ്റ്റ്. നല്ല ഒരു ജനറൽ അഡ്മിനിസ്ട്രേറ്റർ ആവണം. അവിടെ സ്പെഷ്യലൈസ്ഡ് ഒരു വലിയ കഴിവിൻ്റെ അവിടെ ആവശ്യമില്ല. അതുകൊണ്ടാണ് സിവിൽ സർവീസിൻ്റെ ബേസിക് ഡിഗ്രി, നമ്മുടെ ബേസിക് ക്വാളിഫിക്കേഷൻ ഡിഗ്രി മാത്രമാണ്, PG അല്ല. ഒരു ഡിഗ്രിയിൽ നമ്മൾ ഒരു ചെറിയ രീതിയിലെ കാര്യങ്ങൾ മനസ്സിലാക്കാനല്ലേ നമുക്ക് കഴിവുള്ളൂ. അവർ പറയുന്നത് അവിടെ പോയിട്ട് ഏത് വകുപ്പിൽ പോയാലും അവിടെ നടക്കുന്ന കാര്യങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയാൽ മതി. അത് വലിയ ഒരു നമ്മുടെ വിദഗ്ധത അവിടെ ആവശ്യമില്ല. ഈ സിംഗം ഇടയ്ക്ക് ഒരു പൂച്ചയുമായി മൂന്നാറിൽ ഈ സിംഗം തിരുവനന്തപുരത്ത് നിന്ന് പോയിട്ട് അവിടെ ഒരു പൂച്ചയായി മാറി. അത് നമ്മുടെ എല്ലാ കേസുകളും ഇപ്പോൾ കോടതിയിലാണ്. നമ്മൾ സംസാരിക്കാതെ ഇരിക്കാനാണ് നല്ലത്. ഓൾ കേസസ് ആർ സബ് ജുഡീസ്. താങ്കൾക്ക് ഓർക്കാൻ ആഗ്രഹിക്കാത്ത ഒരു ദിനങ്ങളാണോ അത് കോടതിയിലുണ്ടായ കേസുകളെ സംബന്ധിച്ച് നമുക്ക് എന്ത് പറയാൻ പറ്റും. 3 പൂച്ചകളായിരുന്നു, അതിലൊരു പൂച്ചയാണ്, ബാക്കി 2 പൂച്ചകളും ഉണ്ട്. അതിലൊരു പൂച്ച സജീവമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അത് അദ്ദേഹം ഇപ്പോൾ ഇല്ലല്ലോ, ഐ തിങ്ക് സർവീസിൽ നിന്ന് പിരിഞ്ഞു. ആ പൂച്ച പറയണതൊക്കെ ഈ പൂച്ച കേൾക്കുന്നുണ്ടോ ഇടയ്ക്ക്? They are all good friends. രാജു നാരായണ സ്വാമിയും സുരേഷ് കുമാറും നമ്മുടെ ഫ്രണ്ട്സ് അല്ലേ, വൈ നോട്ട്? പക്ഷെ എന്നാലും താങ്കൾ ആ ദിവസങ്ങളെ കുറിച്ച് ഓർക്കാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മൾ സബ് ജുഡീഷ്യൽ കേസുമായി നമ്മൾ സംസാരിക്കാൻ. That's the best way of evading this question. ബാക്കി എല്ലാത്തിനെയും കുറിച്ച് വാചാലമായി സംസാരിക്കുന്ന ശ്രീ ഋഷിരാജ് 3 ദിനങ്ങളെ കുറിച്ച് ഓർക്കാൻ ആഗ്രഹിക്കുന്നു. റൈറ്റ്, ഒന്ന് കാണിച്ചു. ചിത്രം വ്യക്തമായ ശ്രീ ഋഷിരാജ്. ഇത് സബ് ജുഡീസ് അല്ല. പക്ഷേ നമ്മുടെ തീർന്നു ആ പ്രശ്നം തീർന്നു. ഒരു കെറിവ് താങ്കൾക്കുണ്ടായിരുന്നു. ഞാൻ നിങ്ങളോട് കുറച്ച് മുമ്പ് ചോദിച്ചു, വെരി കംഫർട്ടബിൾ വിത്ത് ഓൾ ദ പോസ് എന്ന് ഞാൻ ചോദിച്ചു. യെസ് എന്ന് പറഞ്ഞു. ഈ ഒരു പിക്ചർ, ഈ ഒരു ചിത്രം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഡിബേറ്റ് ചെയ്യപ്പെട്ടു. താങ്കളുടെ ആ ഇരിപ്പ്, ആഭ്യന്തരമന്ത്രി വരുന്നു, വലിയൊരു അപ്രോർ കേരളത്തിലുണ്ടായി. യു ഷോഡ് ഡിസ്റെസ്പെക്ട്, ഇറ്റ്സ് നോട്ട് ദ വേ പോലീസ് ഓഫീസർ ഹാസ് ടു ബിഹേവ്. 100 കണക്കിന് അഭിപ്രായങ്ങൾ. ഇപ്പം തിരിഞ്ഞു നോക്കുമ്പോൾ ലെറ്റസ് നമുക്ക് ബാക്കിയെല്ലാം മാറ്റിയാണ്. തിരിഞ്ഞു നോക്കുമ്പോൾ ശ്രീ ഋഷിരാജ് സിംഗ് എന്ന് പറയുന്ന സത്യസന്ധനായ, ഓണസ്റ്റ്, ഇൻറ്റഗ്രിറ്റി ഉള്ള ഒരു പോലീസ് ഓഫീസർ, വെൻ യു ലുക്ക് ബാക്ക് ഇപ്പോൾ താങ്കൾക്ക് പറയാൻ പറ്റുന്നത് എന്താണ്? ഇതൊരു നമ്മുടെ അറിയാത്ത നടന്ന ഒരു സംഭവമാണ്. അദ്ദേഹത്തിൻ്റെ വരവ് നമ്മൾ അറിഞ്ഞിട്ടില്ല. അദ്ദേഹം വന്നു, ഈ കാര്യം നമ്മുടെ എല്ലാ ആളുകളും സംസാരിച്ചതാണ്. അദ്ദേഹം തന്നെ അവസാനത്ത് മനസ്സിലായി, അദ്ദേഹം വന്നു, ഇതിന് നിങ്ങളുടെ തെറ്റൊന്നുമില്ല, ഐ ഡോണ്ട് കൺസിഡർ ഇറ്റ് ആസ് എനി കോൺട്രവേഴ്സി എനിമോർ. അദ്ദേഹത്തിനാണ് ആദ്യത്തെ മനസ്സിലായത്. അത് മാത്രമല്ല, അത് കഴിഞ്ഞിട്ട് ശേഷം അദ്ദേഹത്തിൻ്റെ സ്വന്തം നാട്ടിൽ അവിടെ ഏറ്റവും വലിയ അദ്ദേഹം ഒരു ഫംഗ്ഷൻ നടത്താറുണ്ട്. അതിൽ ചീഫ് ഗസ്റ്റായിട്ടും അദ്ദേഹം എന്നെ വിളിക്കുകയും ചെയ്തു.
ഒരു അറിയാതെ ഉണ്ടായ ഒരു സംഭവം സംബന്ധിച്ച് താങ്കൾ ഒരിക്കലും ഇങ്ങനെ ഒരു പൊളിറ്റിക്കൽ ആൾ വരുമ്പോൾ ചെയ്യില്ല. എനിക്ക് ഒരു കാര്യം ഞാനവിടെ എല്ലാ ആളുകളെ അറിയിക്കാൻ ഉദ്ദേശിക്കുകയാണ്. അത് താങ്കൾക്ക് വേണമെങ്കിൽ രഹസ്യമായിട്ട് എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ആളുകളോടും താങ്കൾക്ക് ചോദിക്കാം. എനിക്ക് അതോറിറ്റിയിലൂടെ എനിക്ക് ബഹുമാനം എപ്പോഴും ഉണ്ടാവും. നമ്മുടെ വിൻസെൻ്റ് പോൾ സാർ ഇല്ലെങ്കിൽ കൃഷ്ണമൂർത്തി സാർ അവരെന്നേക്കാൾ ഒരു വർഷമേ സീനിയറേ ഉള്ളൂ. താങ്കൾക്ക് വേണമെങ്കിൽ ഞാൻ പോയ ശേഷം അദ്ദേഹത്തിനോട് ചോദിക്കാം. അപ്പോൾ ഞാൻ അദ്ദേഹത്തിന് വിൻസെൻ്റ് പോൾ സാർ എപ്പോഴും ഞാൻ പോകുമ്പോൾ എപ്പോഴും അദ്ദേഹത്തിന് ഒരു നല്ല ഒരു സ്മാർട്ട് സല്യൂട്ട് ഞാൻ അദ്ദേഹത്തിന് കൊടുക്കും. അതേ രീതിയിലുള്ള സല്യൂട്ട് ഞാൻ നമ്മുടെ DGP ആരുമായാലും നമ്മുടെ പുന്നൂസ് സാറായിരുന്നു, രമൺ ശ്രീവാസ്തവ സാറായിരുന്നു, അദ്ദേഹത്തിനോടും ഏറ്റവും സീനിയറായ ഉദ്യോഗസ്ഥന് കൊടുത്ത സല്യൂട്ടിലും ഏറ്റവും എൻ്റെ തൊട്ട് സീനിയറായ 24 വർഷത്തിൻ്റെ വ്യത്യാസമുള്ള ഓഫീസറിനോട് കൊടുത്ത സല്യൂട്ടിലും ഒട്ട വ്യത്യാസം ഉണ്ടായിട്ടില്ല. അപ്പോൾ വിൻസെൻ്റ് പോൾ സാർ എന്നോട് പറയും, നമ്മുടെ ഒരു വർഷത്തിൻ്റെ വ്യത്യാസങ്ങളേ ഉള്ളൂ, അദ്ദേഹം ഇപ്പോൾ എവിടെ തന്നെ ഉണ്ട്, യു ക്യാൻ ആസ്ക് ഹിം. അതൊന്നും നമ്മൾ വേണ്ട കേട്ടോ. ഞാൻ പറഞ്ഞു നോ സാർ, അത് ശരി. ഓരോ ദിവസത്തിൻ്റെ സീനിയറാണെങ്കിലും അവർ സീനിയറാണ്. എൻ്റെ ബാച്ചിൽ തന്നെ ജേക്കബ് തോമസ് ഈസ് നമ്പർ 1, ലോക്നാഥ് ബെഹ്റ ഈസ് നമ്പർ 2, ബട്ട് ദേ ആർ സീനിയർ ടു മീ. ഈവൻ ഐ കൺസിഡർ ദാറ്റ് മച്ച് സീനിയോറിറ്റി. പ്രോട്ടോകോളായിട്ട് ഞാൻ ഒരിക്കലും ഞാൻ തെറ്റാറില്ല. അത് എൻ്റെ ജീവിതത്തിൽ അത് ഇറ്റ് ഈസ് നോട്ട് ഇൻ മൈ ബ്ലഡ്. അങ്ങനെ ഉണ്ടായ അങ്ങനെയുള്ള ഒരു ആൾക്ക് അങ്ങനെ ഒരു തെറ്റുണ്ടാകാൻ പറ്റുമോ? നല്ല പ്രവർത്തനം ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു അഭിവാഞ്ചി അദ്ദേഹത്തിനുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ആ സന്ദർഭത്തിൽ നമ്മൾ വിലയിരുത്തേണ്ട ചില കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ശ്രീ ഇർഷാദ് സിംഗും അദ്ദേഹത്തിൻ്റെ അധികാരപരിധിയിൽ നിന്നുകൊണ്ടേ കാര്യങ്ങൾ കൊണ്ടുപോകാവൂ എന്നുള്ളതാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. അതേസമയം അധികാരപരിധിക്ക് അപ്പുറത്ത് പോകുമ്പോൾ അതിന് മേളിലുള്ള ഭരണകൂടവും നേതൃത്വവും നന്നായി നിയന്ത്രിക്കേണ്ടി വരും. ആ നിയന്ത്രണം അദ്ദേഹം നന്നായി ഉൾക്കൊള്ളുന്നുമുണ്ട്. എപ്പോഴും ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വിജയം എന്ന് പറയുന്നത് ടീം വർക്കാണ്. ഒറ്റയ്ക്ക് ഒരാളിന് ഗോൾ അടിക്കാൻ കഴിയില്ല. സെൽഫ് ഗോൾ അടിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്ന അതുപോലെ ഇരിക്കുക. അതുകൊണ്ട് ഒരു ടീം വർക്കിൻ്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് വേണ്ടത്. അതുകൊണ്ട് നല്ലൊരു ഉദ്യോഗസ്ഥനായി കുറ്റങ്ങൾ കണ്ടാൽ അത് ആരുടേതെന്ന് പോലും പരിശോധിക്കാതെ കൃത്യതയോടുകൂടി നടപടിയെടുക്കുന്ന ഒരു ഉദ്യോഗസ്ഥനായി മുന്നോട്ട് പോകാൻ അദ്ദേഹത്തിന് കഴിയട്ടെ എന്നാണ് എൻ്റെ അഭ്യർത്ഥന. ശ്രീ തിരുവഞ്ചൂർ പറഞ്ഞ വാക്കുകൾ ശ്രദ്ധിച്ച് കേട്ടോ. അതിലെല്ലാം ഇടയിലൂടെ വരികൾക്കിടയിലൂടെ ചില വാചകങ്ങൾ വരുന്നു. താങ്കളുടെ മലയാളം നല്ലതായത് കൊണ്ട് പിന്നെ ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ എങ്കിൽ പോലും അദ്ദേഹം പറഞ്ഞതിൻ്റെ പൊരുൾ നല്ലൊരു ഓഫീസറാണ്, പക്ഷേങ്കിൽ അദ്ദേഹത്തിന് നിയന്ത്രണങ്ങൾ കൊടുത്തുകൊണ്ടേയിരിക്കണം. അതല്ലെങ്കിൽ കളത്തിന് വെളിയിലേക്ക് ചിലപ്പോൾ വന്നു പോകാം. ശരിയല്ല ഞാൻ പറഞ്ഞത്? ദിസ് ഈസ് വാട്ട് ഈസ് സെഡ്. വൈ ഡിഡ് എ ഫോർമർ ഹോം മിനിസ്റ്റർ മേക്ക് എ കമൻറ്റ് ലൈക്ക് ദാറ്റ്? താങ്കളെക്കുറിച്ച് നല്ലത് പറയുമ്പോൾ തന്നെ ഒരു റൈഡർ അവിടെ വെച്ചതെന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അഭിപ്രായമാണ്. എല്ലാ ആളുകൾക്ക് അവരുടെ സ്വന്തം അഭിപ്രായം ഉണ്ടാവുമല്ലോ. അത് എന്തുകൊണ്ടാണ് അദ്ദേഹം ചിന്തിക്കുന്നത് നമുക്കറിയില്ല. ടീം വർക്കിൻ്റെ കാര്യം വേണ്ടി നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ടീം വർക്ക് കൊണ്ടായിരിക്കാം ട്രാൻസ്പോർട്ട് കമ്മീഷണറായിട്ട് അദ്ദേഹത്തിൻ്റെ കീഴിൽ ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കീഴിൽ ജോലി ചെയ്യുമ്പോഴാണ് കേരളത്തിൽ 30% അപകടങ്ങൾ നമ്മൾ കുറച്ചത്, മരണങ്ങൾ നമ്മൾ കുറച്ചത്. ശബരിമലയുടെ ഒറ്റ സീസണേ ഉള്ളൂ കേരളത്തിൻ്റെ ചരിത്രത്തിൽ 15 നവംബർ 2013 മുതൽ ജനുവരി 20, 2014, അതായത് ആ സീസണിൽ ഞങ്ങൾ ചെയ്ത് നമ്മുടെ അദ്ദേഹത്തെ അടക്കം അദ്ദേഹം വന്നതാണ്. ആര്യടൻ സാറും അദ്ദേഹത്തിൻ്റെ ആ സമയത്തിൻ്റെ കാര്യം പറയുകയാണ്. ഒറ്റ തീർത്ഥാടകൻ അപകടത്തിൽ കേരളത്തിൽ മരിച്ചിട്ടില്ല. ഇറ്റ്സ് എ വേൾഡ് റെക്കോർഡ്. സാധാരണ നമ്മൾ ഈ തീർത്ഥാടകർ ഈ കർണാടക, തമിഴ്നാട്, പാണ്ടിച്ചേരി, നമ്മുടെ അവിടുന്ന് വരുമ്പോഴൊക്കെ അവർ അപകടത്തിൽ ഒത്തിരി ആളുകൾ മരിക്കാറുണ്ട്. പക്ഷെ ഞങ്ങൾ അവർ വരുന്നുള്ള വാഹനങ്ങൾ തന്നെ ചെക്ക് പോസ്റ്റുകളിൽ ചെക്ക് ചെയ്തിട്ട് നമ്മുടെ മുട്ട അടിച്ച ടയറുകളൊക്കെ മാറ്റി നല്ല രീതിയിൽ ഇവിടെ നമ്മുടെ എല്ലാ തീർത്ഥാടകരെയും നമ്മൾ കൊണ്ടുവരികയും തിരിച്ച് സുരക്ഷിതമായിട്ട് തിരിച്ചു കൊണ്ടുപോവുകയും ചെയ്തു. താങ്കളെ അദ്ദേഹം അപ്രിഷ്യേറ്റ് ചെയ്തപ്പോൾ തന്നെ താങ്കളുടെ സ്വഭാവത്തിലുള്ള ചില പോരായ്മകൾ ഞാൻ പറയുന്നില്ല, ചില പ്രത്യേകതകൾ, ചില എലമെൻസിനെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്.
ഒരുപക്ഷെ താങ്കളുടെ ഒരു മുതിർന്ന പഴയ ബോസ് താങ്കൾക്ക് ചില ജാഗ്രതപ്പെടുത്തുന്നതായിരിക്കും. യു മസ്റ്റ് ബി ട്രൈങ് ടു കോഷൻ. വേണമെങ്കിൽ താങ്കൾക്കത് വേണമെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാം, അതല്ലെങ്കിൽ യു ക്യാൻ. അല്ല, നമ്മുടെ അഭിപ്രായങ്ങളിൽ നമ്മുടെ എതിരായിട്ട് പറയുന്ന കാര്യമൊന്നുമില്ല. നമ്മൾ ഈ ജനാധിപത്യത്തിൽ നിന്ന് നമ്മൾക്ക് എല്ലാ ആളുകൾക്കും അഭിപ്രായം എല്ലാം സ്വീകരിക്കാം. സംശീകരിക്കേണ്ട ടീം വർക്കിൻ്റെ കാര്യം അദ്ദേഹം പറഞ്ഞു. ടീം വർക്കിൻ്റെ കാര്യത്തിന് ഒരു നമ്മുടെ ജ്വലന്തനായ നമ്മുടെ ഉദാഹരണം ഞാൻ തന്നെ പറഞ്ഞു. വരുന്നു, ഒരാളുകൾ വരട്ടെ. വകുപ്പ് മന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹം എന്നോട് പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാറുണ്ട്. അദ്ദേഹത്തിന് നൽകുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പ്രവർത്തിച്ചു വരുന്നു. സ്കൂളുകളിൽ അദ്ദേഹം ഇടപെടുന്നുണ്ട്. നിയമവിരുദ്ധ മദ്യവിൽപ്പന തടയുന്നതിനും നിയമവിരുദ്ധ ലഹരി പദാർത്ഥങ്ങൾ വ്യാപകമായ നിലയിൽ ഉപയോഗിക്കുന്നതിനും എതിരായി അതിൻ്റെ ഉറവിടങ്ങൾ കണ്ടെത്തി തകർക്കുന്നതിനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മദ്യവർജനത്തിന് വേണ്ടി ലഹരി വർജിക്കുന്നതിന് ഗവൺമെന്റ് വിപുലമായ ആശയപ്രചരണത്തിന് മുൻകൈയെടുക്കുകയാണ്. ജനങ്ങളിടയിൽ നല്ല നിലയിൽ ബോധവൽക്കരണം നടത്തി മദ്യത്തിൻ്റെ ഉപഭോഗത്തിൽ നിന്നും ലഹരിയുടെ ഉപഭോഗത്തിൽ നിന്നും ജനങ്ങളെ മോചിപ്പിക്കാനുള്ള പരിശ്രമത്തിലാണ് ഗവൺമെന്റ്. പ്രത്യേകിച്ച് വിദ്യാർത്ഥികളിലും യുവാക്കളിലും ലഹരി വിരുദ്ധ പ്രചരണം ശക്തിപ്പെടുത്തുന്നതിന് ഗവൺമെന്റിന് വേണ്ടി നേതൃത്വം നൽകി വരുന്നത് എക്സൈസ് കമ്മീഷണർ ശ്രീ ഋഷിരാജ് സിംഗ് ആണ്. താങ്കളെക്കുറിച്ച് വളരെ നല്ല അഭിപ്രായമാണ് താങ്കളുടെ ഇപ്പോഴത്തെ മന്ത്രി പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ കീഴിൽ ജോലി ചെയ്യാൻ എനിക്ക് സന്തോഷമുണ്ട്. എത്രയും ക്ലിയറായിട്ട് കാര്യങ്ങൾ ചുരുക്കത്തിൽ പറയുക. അദ്ദേഹത്തിൻ്റെ നയം ആദ്യം തന്നെ വ്യക്തമാക്കി. നമ്മുടെ സർക്കാരിൻ്റെ ആബകാരി നിയമം നമ്മൾ നടപ്പാക്കുക. പിന്നെ ഈ ലഹരി മരുന്നിൻ്റെ ശല്യം കുട്ടികളുടെ കീഴിൽ നിന്ന് നമ്മൾ കുറയ്ക്കുക. അത് മാത്രം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഒരു ജീവിതം തന്നെ പണയം വെച്ചിട്ടാണ് നമ്മളെല്ലാം ഇപ്പോൾ നമ്മൾ ഓടി നടക്കുന്നത്. കാസർഗോഡിലെ 6 സ്കൂളിലാണ് ഞാൻ പോയത്. രാവിലെ 8 മണിക്ക് തുടങ്ങിയത് 6 മണി വരെ സ്കൂളുകളിലായിരുന്നു. അതിന് മുന്നേ പോകാനേ അദ്ദേഹം എന്നോട് പറയുന്നൊന്നുമില്ല. പക്ഷേ അദ്ദേഹം പറഞ്ഞ നമ്മുടെ നയം ഈ ഗവൺമെൻറ്റിൻ്റെ അദ്ദേഹത്തിൻ്റെ പല കാര്യം നമ്മൾ നടപ്പാക്കുകയാണെങ്കിൽ നമുക്ക് റോഡിലോ ഒക്കെ നമ്മൾ ഇറങ്ങേണ്ടി വരും. നമ്മൾ പോയാലേ പല ജില്ലകൾ എല്ലാ ജില്ലയിലും ഞാൻ പോയിട്ട് വന്നു. വയനാട്ടിൽ എനിക്ക് പോകാൻ പറ്റിയില്ല. ഞാൻ ഈ അടുത്ത കാലത്തിന് പോകുന്നു. നമ്മൾ പോകുമ്പോൾ നമ്മുടെ ഓഫീസർമാർ നമ്മളെ കാണണം. ഈ എക്സൈസ് ഓഫീസർമാരെ നാട്ടുകാരെ കാണണം. 25ഓളം 30 സ്കൂളുകളിൽ ദിവസേന ഞങ്ങൾ പോയി ബോധവൽക്കരണം ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് ഒരു കാര്യം. പിന്നെ ദിവസേന ഞങ്ങൾ ഒരു ദിവസത്തിൽ 5 ചുരുങ്ങിയെങ്കിലും 10 ഗാഞ്ചാവ് കേസും ഇല്ലെങ്കിൽ ഈ ലഹരി മരുന്നിൻ്റെ മയക്കുമരുന്നിൻ്റെ കേസുകൾ ഞങ്ങൾ പിടിക്കുന്നു. തീർച്ചയായും താങ്കൾ തന്നെ ഇടയ്ക്ക് ചാർജ് എടുത്ത പാടെ വലിയൊരു പ്രകടനം നടത്തി. അതായത് ചില ബാറുകളിൽ താങ്കൾ പോയി ബിയറുകൾ പിടിക്കുന്നു, ചില ബിയർ ടേക്ക് അവേ ഒക്കെ പിടിക്കുന്നു. കുറച്ച് അതിൽ വിട്ടു പോയെന്ന് ചില ആൾക്കാർ ചോദിച്ചു, എന്തിനാണ് ഇങ്ങനെ പാവപ്പെട്ട ആൾക്കാർ 2 പൈൻറ്റ് ബിയർ മേടിച്ചുകൊണ്ട് പോകുന്നതിന്? ഈ ഇരിക്കുന്ന പിള്ളേരൊക്കെ പലരും ബിയറൊക്കെ മേടിച്ചുകൊണ്ട് പോകുന്ന പിള്ളേരാണ്. നിയമമാണ്. നിയമമാണ് പ്രധാനം. നിയമമാണ്. ആബകാരി ആക്ട് 56B അതിനനുസരിച്ച് ഒരു ബാർ ഉണ്ടെങ്കിൽ ബാറിലെ നമ്മുടെ ബിൽഡിങ്ങിൽ ഏത് സ്ഥലത്തിൽ ഒരു ബാർ ഉണ്ടായിരിക്കും പറഞ്ഞിട്ട് ഒരു ലൈസൻസ് അവർക്ക് കിട്ടിയിട്ടുണ്ട്. അവിടെ നിന്ന് വാങ്ങുക, അവിടെ കുടിക്കുകയാണ് പറഞ്ഞിട്ട് നിയമമാണ്. താങ്കൾ നിയമമാണ് നോക്കുക. നമ്മൾ അവിടെ നിന്ന് വാങ്ങി കൊണ്ടുപോകാൻ പാടില്ല നിയമമാണ്. അതിൽ യാതൊരു ഈ കാര്യം പിടിക്കാൻ വേണ്ടിയല്ല ഞാൻ പോകുന്നത്. അവിടെ ഞാൻ പല കാര്യങ്ങളും നോക്കാൻ വേണ്ടി പോകുന്നു. അപ്പോൾ അവിടെ പോകുമ്പോൾ നമ്മൾ ക്യൂ ആയിട്ടാണ് നിൽക്കുകയാണ്. പിന്നെ അവിടെ നോക്കാതെ എനിക്ക് പോകാൻ പറ്റുമോ? നമ്മുടെ മുമ്പിലേക്ക് വരികയാണ് ഓരോരുത്തർ. അല്ല, അവിടെ പോകുമ്പോൾ അതേ ഉള്ളൂ. എന്നെ പിടിക്കേന്ന് പറഞ്ഞിട്ട് വരുവാണ്. അല്ല, അപ്പോൾ പിന്നെ നിങ്ങളൊക്കെ എന്തിനാ ക്യൂവിൽ നിൽക്കുന്ന? ഇതെല്ലാം 2 കുപ്പി വാങ്ങി കൊണ്ട് പോകുന്നവരാണ്. പാർസൽ കൊണ്ടുപോകാൻ പാടില്ലാത്ത 56B ആബകാരി ആക്ട് പറയുന്നു. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇഷ്ടമില്ലെങ്കിൽ മാറ്റാം. ഇത് മാറ്റുന്നവരെ താങ്കൾ അത് നടപ്പിലാക്കാൻ ബാധ്യസ്ഥരാണ്. പക്ഷേ ഈ ഒരു പാവം പിടിച്ച ഒരു ചെറുപ്പക്കാരൻ ഒരു ബിയർ എടുത്ത് പോകുമ്പോൾ താങ്കളുടെ മനസ്സിലായി പോയിക്കോട്ടെ എന്ന് ചിന്തയുണ്ടാവുമോ? അതിനേക്കാൾ വലിയ പ്രശ്നം ഇപ്പോൾ ഈ ലഹരി മയക്കുമരുന്നിൻ്റെ 68% ഇതിൻ്റെ ശല്യം കഴിഞ്ഞ 2-3 വർഷത്തിൽ കൂടിയിട്ടുണ്ട്. എൻ്റെ ഒരു ചോദ്യം താങ്കളോട്. എന്താ കാരണം വെച്ചാൽ താങ്കളൊരു പോലീസ് ഓഫീസറാണ്, അതേസമയം തന്നെ താങ്കളൊരു കുടുംബനാഥനാണ്, താങ്കളൊരു പിതാവാണ്, താങ്കൾ സമൂഹത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരാളാണ്. താങ്കൾക്കൊരു മൾട്ടി ഫാസറ്റഡ് പേഴ്സണാലിറ്റി ഉണ്ട്. എന്താ കാരണം വെച്ചാൽ പല കാര്യങ്ങളിലും താങ്കളൊരു ആസ്വാദനമാണ്, കലാകാരനാണ്, എല്ലാമാണ്. ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഇപ്പോൾ ഞാൻ ഒരു നിമിഷത്തേക്ക് ഐ വിൽ റിക്വസ്റ്റ് യു ടു ഫർഗെറ്റ് ദാറ്റ് യു ആർ എ പോലീസ്മാൻ, എക്സൈസ് കമ്മീഷണറാണെന്നുള്ള കാര്യം മറക്കാൻ ഞാൻ ആവശ്യപ്പെടുകയാണ്. പ്രേക്ഷകരും ഇൻവെർട്ടർ കോമ അദ്ദേഹത്തിനെ മറക്കുക. ഒറ്റ ചോദ്യം, ഈ മദ്യനിരോധനം സ്വാഭാവികമായിട്ടും ഈ മയക്കുമരുന്നുകളുടെയും മറ്റിൻ്റെ ആവിർഭാവത്തിന് വഴിവെച്ചില്ലേ? വലിയൊരു കുത്തൊഴുക്കുണ്ടാക്കിയില്ലേ? അതായത് ഏത് തരത്തിലുള്ള ലഹരികളും
കേരളത്തിലേക്ക് പ്രവഹിക്കുന്നതിന് വഴിവെച്ചില്ലേ? സത്യസന്ധമായി പറയുകയാണ്, ആ സമ്പൂർണ്ണ നിരോധനം പറഞ്ഞിട്ട് സാധനം ചിലപ്പോൾ നമുക്ക് നടപ്പാക്കാൻ പറ്റില്ലായിരിക്കാം. ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ട് താങ്കളിപ്പോൾ കണ്ടില്ലേ? ബീഹാറിൽ സമ്പൂർണ്ണ നിരോധനമൊക്കെയാണ് വെച്ചിട്ടുണ്ട്. മിനിഞ്ഞാനം തന്നെ 20,000 അവർ തന്നെത്താനെ, അപ്പോൾ അവർക്ക് മദ്യം കിട്ടിയില്ല, അവർ തന്നെ മദ്യം ഉണ്ടാക്കി അവർ കുടിച്ചു, അവർ മരിച്ചു. ദുരന്തം. ഗുജറാത്തിലെ ദുരന്തം എല്ലാ 6 മാസത്തിലെ ഒരു ദുരന്തം. ഇതൊക്കെ മദ്യ നിരോധനമുള്ള നമ്മുടെ പെർ ക്യാപിറ്റ കൺസംഷൻ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനമാണ് ഗുജറാത്ത്, വിച്ച് യു നോ. അപ്പോൾ അതും നടക്കില്ല. അതും നടത്താൻ ഇവിടെ ഈ നമ്മളെ എല്ലാ ചർച്ചകളൊക്കെ ഒരു ദുരന്തം നടന്നവരേ ഉള്ളൂ, ഏതൊരു ദുരന്തം നടന്നവരേ ഉള്ളൂ ഈ എല്ലാ ചർച്ചകൾ. മരിച്ചാൽ നമുക്ക് സമാധാനം. താങ്കൾ ഉദ്ദേശിക്കുന്ന ഈ മദ്യനിരോധനം എന്നുള്ള വാക്കുകളെ ഊന്നിപ്പറ്റിയുള്ള ചർച്ചകൾ ഒരു ദുരന്തം സംഭവിക്കുമ്പോൾ അത് അവസാനിക്കുമെന്നാണ് താങ്കൾ പറയുന്നത്. ദുരന്തം ഇവിടെ അവസാനത്തെ ആ ദുരന്തം, കള്ളുവാതുകളിൽ നിന്ന് ഉണ്ടായ ദുരന്തത്തിന്റെ ആളുകൾ ഇനിയും ജയിലിൽ കഴിഞ്ഞു പോകുന്നു. ആ ജയിലിൽ അവരുടെ ഇതെല്ലാം കഴിഞ്ഞോ ഇല്ല, അവരുടെ 14 വർഷമൊക്കെ കഴിഞ്ഞു. അപ്പൊ താങ്കൾ ഉദ്ദേശിക്കുന്ന ലോകത്തിന്റെ അനുഭവം വെച്ചിട്ട് ഈ മദ്യം നിരോധനം എന്നുള്ളത് പലപ്പോഴും ബാക്ക് ഫെയർ ചെയ്തേക്കാം. ഇറ്റ് ക്യാൻ ബാക്ക് ഫെയർ ദ സൊസൈറ്റി ഓൺലി, ഇറ്റ് വോണ്ട് ഡു ഗുഡ് ടു ദ സൊസൈറ്റി. ദാറ്റ്സ് വാട്ട് യു ആർ ട്രൈയിങ്. എൻ്റെ അഭിപ്രായത്തിൽ ഇത് ഇപ്പോൾ നടക്കുന്ന ആ സിസ്റ്റം അത് വലിയ ഒരു മോശമായ സിസ്റ്റം അല്ല. നമ്മളൊന്ന് മനസ്സിലാക്കണം. തീരെ ആവശ്യമുള്ള ആളുകൾക്ക് അങ്ങനെ വിചാരിക്കുകയാണെങ്കിലും 266 ഈ ബേവറേജ് കോർപ്പറേഷൻ സർക്കാർ തന്നെ കടകൾ അനുവദിച്ചിരിക്കുന്നു. അവിടെ നിന്ന് തീരെ ആവശ്യമുള്ള ആളുകൾ എല്ലാം വാങ്ങുന്നു. അവർ ആവശ്യത്തിന് വളരെ, അപ്പോൾ ഈ അവർക്ക് ആവശ്യത്തിന് അവർക്ക് സാധനം അവിടെ നിന്ന് കിട്ടുന്നു. അതേസമയം ഇത് ഒരു വളരെ കൂടുതലുള്ള ഈ അവൈലബിലിറ്റി ഒരുപാടാക്കരുത്, ഒരു റീസണബിൾ ബാലൻസ്, ഒരു പ്രാക്ടിക്കൽ സൊല്യൂഷൻ. ഇതാണ് താങ്കളുടെ നമ്മളിത് വ്യക്തമായി. അതായത് താങ്കൾക്കൊരു വ്യൂ എൻ്റെ അതുണ്ട്. അതായത് നിയമം പാലിക്കാൻ ബാധ്യസ്ഥനായ ഒരു ഉദ്യോഗസ്ഥനാണെങ്കിൽ പോലും യു ഹാവ് എ വ്യൂ അബൌട്ട് ഇറ്റ്. ഇങ്ങനെയാണ് കുറച്ചും കൂടി സമൂഹത്തിന്. ദാറ്റ്സ് ഗുഡ്, ദാറ്റ്സ് വാട്ട് ഐ വാണ്ടഡ് ടു നോ ഫ്രം യു. ഇതാണ് ഒരുപക്ഷെ നിയമം മാത്രം പാലിക്കാൻ വിധിക്കപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് പോലും ഒരു അഭിപ്രായം ഉണ്ടാകുന്നത് നല്ലതാണ്. പക്ഷെ നമ്മുടെ മുമ്പിൽ ഇപ്പോൾ വലിയ പ്രശ്നം ഞാനിപ്പോൾ കാണുന്നത് ഡ്രഗ്സിൻ്റെ ആണ്. ഡ്രഗ്സാണ്. അത് ഇപ്പോൾ നിർത്തിയില്ലെങ്കിൽ നമ്മുടെ ഇപ്പോൾ ഞങ്ങളൊക്കെ ഇപ്പോൾ ഓടി നടക്കുകയാണല്ലോ. ഇപ്പോൾ ഓടി നടന്ന് ഇത് നമ്മൾ നിയന്ത്രിച്ചില്ലെങ്കിൽ ഈ പഞ്ചാബ്, UP, ഹരിയാന, രാജസ്ഥാൻ, തമിഴ്നാട് പോലെയുള്ള അവസ്ഥ ഇവിടെ വന്നായിരിക്കും. നമ്മുടെ ഇപ്പോൾ തന്നെ കൊച്ചി സിറ്റി, മൂന്നാമത്തെ ഒരു അമൃത്സർ ഇൻ പഞ്ചാബ്, 3 ഇൻ മഹാരാഷ്ട്ര, പിന്നെ മൂന്നാമത് കൊച്ചി ഇൻ കേരള ആണ്. ഈ ഉപയോഗത്തിന് ഈ മയക്ക് മരുന്നിൻ്റെ ദുരുപയോഗത്തിൻ്റെ ഏറ്റവും 3ാമത്തെ സ്ഥലത്ത് നമ്മൾ ഇപ്പോൾ എത്തിക്കഴിഞ്ഞു. എവിടുന്നാണ് വരുന്നത് ഈ മയക്ക് മരുന്ന്? ഇതെല്ലാം വരുന്നത് ഞാൻ പറയാം. ഈ ഗുളികളൊക്കെ എല്ലാം ഇത് ഇപ്പോൾ പാർട്ടികൾക്ക് വേണ്ടി ആഘോഷിക്കാൻ വേണ്ടി പുതിയ ഗുളികളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. കോക്ക്, എക്സ്റ്റസി, സ്പീഡ്, പ്രത്യേകം പാർട്ടികളിൽ ആളുകൾക്കും അതിനേക്കാൾ പെണ്ണുങ്ങൾക്ക് ഉപയോഗിക്കാനുള്ള ഗുളികൾ ഇപ്പോൾ ഇറങ്ങിക്കഴിഞ്ഞു. കൊച്ചി സിറ്റിയിലൊക്കെ ഇതിൻ്റെ ഞാൻ അവരോട് ഈ ഗുളികളെല്ലാം കാണാറുണ്ട്. അതുകൊണ്ട് കാണാറുണ്ട്. മാത്രമല്ല ഇപ്പോൾ അടുത്ത കാലത്തിൽ ഞാൻ ഐ വിൽ ഷോ യു, ആ ക്ലിപ്പ് ഞാൻ കാണിക്കാം. സിഗരറ്റുകൾ അത്രയും നീളമുള്ള പെണ്ണുങ്ങൾക്ക് വേണ്ടി മാത്രം കുടിക്കുന്ന സിഗരറ്റുകൾ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. ഒരു നല്ല നീളമുള്ള ഫ്ലേവർ സഹിതം, ചോക്ലേറ്റ് ഫ്ലേവർ, സ്ട്രോബെറി ഫ്ലേവർ, പൈനാപ്പിൾ ഫ്ലേവർ. ഇപ്പോൾ ഒരു 5 ലക്ഷം, ഒരു 10 ലക്ഷത്തിൻ്റെ ഞങ്ങൾ പിടിച്ചിരുന്നു. ബാക്കി ലോക്കൽ പോലീസ് 40 ലക്ഷം. നോർമൽ ടുബാക്കോ ആണോ, അതിനകത്ത് വേറെ ഡ്രഗ്സ് ഉണ്ടോ? വേറെ ഡ്രഗ്സ് ഉണ്ട്. അവർ ചെറിയ ഡ്രഗ് ഇല്ലാത്ത ഒട്ട സാധനമില്ല. ഈ പാൻ അവയവങ്ങളൊക്കെ എല്ലാം താങ്കൾ കാണാറുണ്ടല്ലോ. ചെറിയ ഞങ്ങളുടെ ഈ ഉത്തരേന്ത്യയിലൊക്കെ എല്ലാ ആളുകളും ആഹാരം പോലെയാണ് ഇത് ഈ പാൻ കഴിക്കുന്നത്. അതിനകത്ത് ഒട്ട സാധനം ഒന്ന് കഴിച്ചു വന്ന് നോക്കൂ. ഒരു പെട്ടെന്ന് ഒരു സ്ഫൂർത്തി, ഒരു ഉത്തേജനം നമ്മുടെ ശരീരത്തിന് വരുന്നു. വെറും ഒരു പാക്ക് കഴിച്ചാൽ ശരീരത്തിന് ഉത്തേജനം വരുമോ? ഒന്നും വരുമില്ല. അത് തന്നെ എല്ലാത്തിനും ഒരു ചെറിയൊരു അംശം അവരെല്ലാം വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഗുളികളൊക്കെ പിള്ളേര് നാവിന്റെ ഉള്ളിലൊക്കെ വെച്ചിട്ട് ഹാൻസ് ഈ ഡ്രൈവർമാർ നമ്മുടെ കേരളത്തിൽ ഈ ഒത്തിരി ഒരു നല്ല ശതമാനം ഈ ലൈൻ ബസ് ഓടിക്കുന്ന ഡ്രൈവർമാർ ഇതൊക്കെ ഇവിടെ വെച്ചിട്ട് അതൊക്കെ ഓടുകയാണ്. അവർക്ക് സ്പീഡ് 10 ആണോ 50 ആണോ 100 ആണോ ഈ ഡ്രൈവർക്ക് അറിയില്ല. 2 അപകടങ്ങൾ ഉണ്ടായി 2013 29 സെപ്റ്റംബർ, 2 മലപ്പുറത്തിൽ. പിന്നെ ഒക്ടോബർ 6 ഒരു ആഴ്ചൻ്റെ ഇടയ്ക്ക് 2 അപകടമുണ്ടായി. 25 മരിച്ചു എന്ന് താങ്കൾക്ക് ഓർമ്മ ഉണ്ടായിരിക്കാം. ഞാൻ അവിടെ സ്പോട്ടിൽ പോയിരുന്നു. അതിനകത്ത് കുറേ മരിക്കാത്ത ആളുകളോട് ഞാൻ ആശുപത്രിയിൽ ചോദിച്ചപ്പോൾ ഈ ഡ്രൈവർ
ആ ഹാൻഡ്സ് പറഞ്ഞ സാധനം കഴിക്കുകയായിരുന്നു. ഞങ്ങൾ തന്നെ പറഞ്ഞു എത്രയും വേഗത്തിൽ പോകരുത് എന്നിട്ടും മനസ്സിലായില്ല. ആൾക്കറിയില്ല ഇത് കൂടുന്ന അറിയില്ല, പുള്ളി അറിയില്ല. 100 ആയാലും അതെ 100, 50, 120. ഈ സ്കൂളുകളിലൊക്കെ വ്യാപകമായിട്ട് ഈ ഡ്രഗ്സ് പടർന്നുകൊണ്ടിരിക്കുകയാണ്. ഉണ്ട്. ഞങ്ങൾ അതിനു വേണ്ടി നടപടി എടുത്തത് സ്കൂള് കോളേജ് പരിസരങ്ങളും നിന്റെ പാനക്കടകളെല്ലാം ഞങ്ങൾ നീക്കി. കേരളത്തിൽ ഇപ്പോൾ പാനക്കട ഇല്ല. സാധാരണ ഒരു 1-2 വർഷം മുമ്പ് എവിടെ പോയാലും ഈ ചെറിയ ഡിബകൾ കൊണ്ട് ഒക്കെ കുറേ ആളുകൾ ഇരിക്കുകയായിരുന്നു. ആ കാഴ്ച താങ്കൾക്ക് ഇപ്പോൾ നോക്കാൻ പറ്റൂല. ഞങ്ങൾ ഇതെല്ലാം എടുത്തിട്ട് മാറ്റി. ഇത് എവിടുന്നാണ് ഇതിന്റെ സോഴ്സ്? എല്ലാ സ്ഥലങ്ങളും ഒരു 300ഓളം ഏകദേശം തീവണ്ടികളാണ് കേരളത്തിൽ ദിവസേന വരുന്നത്. അവിടെ നിന്ന് ഈ തീവണ്ടികളിലൊക്കെ നോർത്തിൽ നിന്ന് ഒഡീസ, UP, ബീഹാർ, രാജസ്ഥാൻ, ഗുജറാത്ത് സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഡ്രഗ്സ് ഒക്കെ വേറെ എവിടെയെങ്കിലും വരണ്ടേ? ഈ പാൻ കടയിൽ നടക്കുന്ന എന്താണെന്ന് അറിയാമോ? അവിടെ പാനും ഉണ്ട്. പാൻ എനിക്ക് അറിയാം. 30 വർഷമായിട്ട്, എനിക്ക് 30 വർഷമായി. ഇപ്പോൾ 30 വർഷം മലയാളികൾക്ക് പാൻ ഇഷ്ടമില്ല. ഞാൻ ഇതുവരെ ഈ ആളുകളൊക്കെ ഇങ്ങനെ ഒരു പാൻ എടുത്തിട്ട് ചെവിച്ചിട്ട് ഞാൻ കണ്ടിട്ടുമില്ല. പാന് അത് ഒരു മുഖഛായ മാത്രമേ ഉള്ളൂ. അതിനടക്കം ഇയാളുടെ കയ്യിൽ എല്ലാ സാധനങ്ങളും ഉണ്ട്. എല്ലാ സാധനങ്ങളും ഇതിനകത്ത് ഗുളികളും കാണും. ഇതിനകത്ത് ഈ അംശമായ ഈ എല്ലാ ലഹരി പദാർത്ഥങ്ങളും മയക്കുമരുന്നുകളൊക്കെ എല്ലാം കാണും. ഞങ്ങൾ ഈ വേറെ ഒരു ആക്ട് വന്നിട്ടുണ്ട്. ടൊബാക്കോ നമ്മുടെ പബ്ലിക്കായിട്ട് നമ്മൾ വിതരണമോ ഇല്ലെങ്കിൽ വിൽപ്പന ചെയ്യാൻ പാടില്ല എന്നാണ്. അപ്പോൾ അതിന് ആ നിയമം അനുസരിച്ച് ഞങ്ങൾ ഇതെല്ലാം നീക്കി. ഇപ്പോൾ ആ സാധനങ്ങൾ ഇപ്പോൾ സ്കൂൾ കോളേജിൽ തന്നെ ഇപ്പോൾ ഹെഡ്മാസ്റ്റർ ടീച്ചർമാർ എന്നോട് പറയാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ശല്യം കുറച്ച് കുറഞ്ഞു വരുന്നുണ്ട്. പക്ഷേ വലിയൊരു tedious ടാസ്ക്കാണ് താങ്കൾ. ഗാഞ്ചാവാണ് വരുന്നത് ആന്ധ്രാപ്രദേശ്, തെലങ്കാന നിന്ന് തമിഴ്നാട് വരെ ട്രക്കിൽ വരിക. പിന്നെ അവിടെ നിന്ന് ആളുകളൊക്കെ പോയി 2 കിലോമീറ്റർ പീസിൽ ഇങ്ങോട്ട് കൊണ്ടുവരിക. ഇന്നത്തെ ന്യൂസിലുണ്ട് ഇപ്പോൾ ഒരു പുതിയ വെറും ഈ ബസ്സുകളിൽ, പ്രൈവറ്റ് ബസ്സുകളിൽ വരുന്ന യാത്രക്കാരെ കർണാടകയിലെ വണ്ടി നിർത്തിട്ട് അവരോട് ഈ 1000 രൂപ പിടിച്ചോ, നിങ്ങൾ ഈ സാധനം താങ്കളുടെ മറ്റു സാധനങ്ങൾ കൂട്ടത്തിൽ കൊണ്ടുപോയാൽ മതി. അങ്ങനെ ഒരു യാത്രക്കാർ ഒരു 5 കിലോ ഗഞ്ചാവ് കൊണ്ടുവരുമ്പോഴാണ് ഇന്നലെ ഞങ്ങൾ വളയാർ ചെക്ക് പോസ്റ്റിൽ നമ്മളെ മഞ്ചേശ്വരം ചെക്ക് പോസ്റ്റിൽ പിടിച്ചത്. അപ്പോൾ ആളുകൾ ഇങ്ങോട്ട്, പക്ഷെ ഞാൻ പറയുന്നത് ആളുകൾക്ക് ഇവിടെ ആവശ്യം കൂടുമ്പോഴല്ലേ ഇതൊക്കെ എല്ലാം കുറയണം. സമഗ്രമായിട്ടുള്ള അവയർനെസ് ക്യാമ്പയിൻ, സമഗ്രമായ അവയർനെസ് വേണം. സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റ്, ഇത് നമ്മൾ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ്, സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റ്, എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, എല്ലാം ഇത് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്, എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ്, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ്, ഇത് എല്ലാം ഒരു ഒരുമിച്ച് അവരുടെ അതാത് ഏരിയയിൽ ജോലി ചെയ്താലേ ആളുകൾക്ക് ഇതിൻ്റെ ആവശ്യം കുറയ്ക്കണം. ഇല്ലെങ്കിൽ ആവശ്യങ്ങൾ ഇവിടെ ഡിമാൻഡ് ആൻഡ് സപ്ലൈ, ഡിമാൻഡ് കൂടുതലുണ്ടെങ്കിൽ സപ്ലൈ ഇങ്ങോട്ട് വന്നേക്കൊണ്ട്. കഞ്ചാവ് കൃഷിയൊക്കെ താങ്കൾ പിടിക്കാൻ പോകുന്നുണ്ടോ? പോകുന്നുണ്ട്. ഈ വർഷത്തിൽ ഞങ്ങൾ ഒരു ഏകദേശം ഒരു 800 കിലോ ഗഞ്ചാവ് ഞങ്ങൾ ഈ വർഷത്തിൽ ഞങ്ങൾ പിടിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു ഈ ചെടികളും 3 ജില്ലകളിലാണ് ഈ ചെടികൾ കാണുന്നത്. ഒരു ഏകദേശം 200ഓളം ചെടികൾ ഞങ്ങൾ പിടിച്ചു. ഇടുക്കി, കാസർഗോഡ്, പാലക്കാട്. പണ്ടൊക്കെ ഇടുക്കിയിലൊക്കെ വ്യാപകമായിട്ട് ഏക്കർ കണക്കിന് കഞ്ചാവ് കൃഷി. അത് അവിടെ ലോക്കൽ SP, അവിടെ ഒരു ASP ഉണ്ട്, ഒരു IPS ഓഫീസറുണ്ട്, മറൈൻ ജോസഫ് ഒക്കെ ഉണ്ട്. അവരോട് ഞാൻ എല്ലാം സംസാരിക്കുന്നുണ്ട്. അവരെല്ലാം പോകുന്നുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ ആ പഴയ കാലഘട്ടമൊന്നും ഇപ്പോൾ ഇല്ല. അതുമില്ല. ഇപ്പോഴെല്ലാം പുറത്തുനിന്ന് വരുന്നതാണ് കൂടുതൽ. അല്ല, ഇത് ഒരു കാര്യം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഈ ഈ കുട്ടികളുണ്ടല്ലോ, ഈ അവർ ഇത് ഉപയോഗിച്ചില്ലെങ്കിൽ ഇത് പോലീസ് എക്സൈസ് മാത്രം വിചാരിച്ച പോരാ. അവരുടെ അമ്മ അച്ഛന്മാർ വിചാരിക്കണം, അവരുടെ ടീച്ചർമാർ വിചാരിക്കണം. ഐ വിൽ ടെൽ യു എ സോഷ്യോളജിക്കൽ കോസ്. നമ്മളിപ്പോൾ വീട്ടിൽ പോകുമ്പോൾ കുട്ടികൾക്ക് ഒരു സംപ്രേഷണം, നമ്മുടെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഇപ്പോൾ കുറയുന്നു. വൈകുന്നേരം അവിടെ പോകുമ്പോൾ ഒരു അമ്മ ഒരു കുട്ടി എന്തെങ്കിലും ഒരു കഴിച്ചിട്ട് വീട്ടിൽ നിന്ന് വന്നെന്ന് വിചാരിച്ചു, ഒരു 5 മിനിറ്റ് അവിടെ ഇരുത്തിട്ട് കാര്യങ്ങൾ സംസാരിച്ചാൽ എന്തൊക്കെയാണ് നിങ്ങൾ സ്കൂളിൽ ചെയ്യുന്നത്, ആരാണ് നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ, ആരാണ്, നമ്പറൊക്കെ കുറവായി പോകുന്നുണ്ടല്ലോ, നിങ്ങളുടെ ഒരു വല്ലാത്ത എന്തെങ്കിലും മണമുണ്ടല്ലോ, ആ മണം നിങ്ങൾ എവിടെ നിന്നാണ് കിട്ടിയത്. ഈ എല്ലാ ലഹരി മരുന്ന് സാധനങ്ങളും നല്ല മണമുണ്ട്. ഇതെല്ലാം സാധാരണ ഒരു കെട്ടിപ്പിടിക്കുന്ന ഒരു കുട്ടി ഇപ്പോൾ തൊട്ടടുത്ത് പോലെ വരാറ് പോലും ഇല്ല, ദൂരം ഇങ്ങനെ മാറി നിൽക്കുന്നു, എന്തോ ഒരു കുറ്റം ബോധം പോലെ. ഇയാളുടെ നടപ്പ് ശരിയല്ല, ഇയാളെ സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഇതൊക്കെ കണ്ടുപിടിക്കുന്നത് ആദ്യമായിട്ട് അത് കണ്ടുപിടിക്കേണ്ടത് ഫാമിലി. അവർ കണ്ടുപിടിക്കണം. അവർക്ക് കൂടെ അവിടെ ഇരുത്തണം. അവർക്ക് കൂടെ ഇരുത്തിട്ട് ഒരു അരമണിക്കൂറെങ്കിലും സംസാരിച്ചാൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവും. അതെ, ഫാമിലിയുടെ ഒരു അക്കൗണ്ടബിലിറ്റി ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം. ഒന്ന്. രണ്ടാമത്തെ ക്ലാസ്സിൽ 13 വർഷം മുമ്പ്, ഇത് ഞാൻ ഐ എം ടെലിംഗ് യു എ ട്രൂ തിങ്, 13 വർഷം മുമ്പ് ഇവിടുത്തെ ഏറ്റവും നല്ല സ്കൂളിലെ എൻ്റെ കുട്ടികളെ SSLCയിൽ പഠിച്ചതാണ്. അവർ വന്നിട്ട് എന്നോട് പറയുകയായിരുന്നു 2004 പപ്പ ഞങ്ങളുടെ ക്ലാസ്സിൽ, അത് ഏറ്റവും നല്ല സ്കൂളിലാണ് അവരെ ഞാൻ അയച്ചത്,
എൻ്റെ ക്ലാസ്സിൽ പപ്പ ഗാഞ്ച വലിയുണ്ട്, സിഗരറ്റ് വലിയുണ്ട്, പലതരത്തിലുള്ള പുതികളുണ്ട്, പാനപ്പറ കൂടെ എല്ലാം ഉണ്ട്, നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്നോട് ഒരു ചോദ്യം. മക്കൾ ചോദിച്ചു. ഞാൻ ആ പ്രിൻസിപ്പലിനോടും സംസാരിച്ചു, ആ ടീച്ചർമാരോടും ഞാൻ സംസാരിച്ചു. അവർ ഒളിഞ്ഞു മാറി. സാറിൻ്റെ മകൻ്റെ എന്തോ തെറ്റുപോയി, എന്തോ ഒരു തെറ്റ് പറ്റിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളെ സ്കൂളിൽ ഒരു നമ്മുടെ പ്രോബ്ലം ഉണ്ട്, അത് അംഗീകരിക്കാൻ പോലും തയ്യാറല്ല. അപ്പോൾ പിന്നെ ആ സ്കൂളിൻ്റെ പേരെല്ലാം പോയി. ഇപ്പോൾ ആ സ്കൂളിലെ ആരും കുട്ടികളെ അയക്കാറില്ല, അത് വേറെ കാര്യം. പക്ഷേ എത്ര കുട്ടികളുടെ ഭാവി നശിച്ചു പോയി ഓർത്തണം. രണ്ടാമത്തെ ചുമതല ആണ് ഈ ടീച്ചറിൻ്റെ. എല്ലാം നടക്കുന്നത് ക്ലാസ്സിലാണ്. ക്ലാസ്സിലെ ഈ കുട്ടികൾ എന്ത് ചെയ്യുന്നു, അവർ പഠിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന്, അവർ അതിനകത്ത് താല്പര്യം കാണിച്ചില്ലെങ്കിൽ എന്തുകൊണ്ടാണ്, നമ്മൾ എന്തിനു കുറയുന്നു, ബാക്ക് സീറ്റിൽ അവർ എന്ത് ചെയ്യുന്നു, അവരെന്തോ അവർ മയങ്ങുകയാണ്, രാവിലെ മുതൽ അവർ മയങ്ങുകയാണ്. അതിൻ്റെ കാരണം എന്താണ്? കൊണ്ടുപോയി ടീച്ചർ ഹെഡ് മാസ്റ്ററിന് മുമ്പ് ഹാജരാക്കണം. അമ്മ അച്ഛനെ ഇവിടെ കേരളത്തിൽ ഇപ്പോൾ ഒരു ഡ്രഗിന്റെ ബിസിനസ് എന്ന് പറയാവുന്നത്, ഈ മയക്കുമരുന്നിന്റെ ബിസിനസ് എന്ന് പറയുന്നത്, താങ്കളുടെ ഒരു എസ്റ്റിമേറ്റ് പ്രകാരം ഒരു എത്ര കോടി രൂപയുടെ ഉണ്ടാവും? 500 കോടി മുതൽ ഒരു 600 കോടി വരെ. 600 കോടി രൂപയുടെ ഡ്രഗ്സ് ഇവിടെ കേരളത്തിൽ വിറ്റഴിക്കപ്പെടുന്നു. ഇതിനകത്തെല്ലാം ഞങ്ങൾ ഈ പാനപ്രാവും ഈ ശല്യം തന്നെ ഇപ്പോൾ ഞങ്ങൾ പിടിച്ചത് 50,000 കിലോ ആണ്. 2 മാസത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. ഇത് ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും 2 മാസത്തിൻ്റെ ഉള്ളൂ. 50,000 കിലോ ഞങ്ങൾ കണ്ടാൽ തന്നെ ഞങ്ങൾ പിടിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒരു കർശനമായ രീതിയിൽ ഡി അഡിക്ഷൻ സെൻറ്റേഴ്സ് നമ്മൾ പുതിയ ഉണ്ട്, ഇനിയും കുറേ കൂടുതൽ കൊണ്ടുവരണം. എല്ലാ മേഖലകളിലും ഇത് നിർത്താൻ പറ്റുള്ളൂ. താങ്കളെ കുറിച്ച് എനിക്ക് തോന്നുന്നു താങ്കളുടെ ചില സുഹൃത്തുക്കൾ വീണ്ടും വരാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു. ഒരുപാട് സുഹൃത്ത് വലയുള്ളൊരു വലിയ വ്യക്തിത്വമാണ് ഋഷിരാജ് സിംഗിൻ്റെത്. എന്നാൽ പുറത്തുള്ളവർക്ക് ഉള്ള അദ്ദേഹത്തിനെ പറ്റിയിട്ടുള്ള ഒരു എന്ന് പറഞ്ഞാൽ നിയമം വിട്ട് അതിര് കടന്ന് ഒരു കാര്യവും ചെയ്യാത്തൊരു വ്യക്തി എന്നാണ്. പക്ഷേ എനിക്ക് അതിനെപ്പറ്റി ഒരു പേഴ്സണലായിട്ടൊരു കഥയുണ്ട്. എന്നെ ഒരിക്കൽ ഒരു പ്രസിഡൻഷ്യൽ ഡിന്നറിൽ ഇൻവൈറ്റ് ചെയ്യണ്ടായി. ബോംബെയിൽ നമ്മുടെ ശങ്കരനാരായണ സാർ ഗവർണറായിരിക്കുന്ന സമയത്ത് ഹമീദ് കർസായി അഫ്ഗാനിസ്ഥാൻ പ്രസിഡന്റ് ബോംബെയിൽ വന്നപ്പോൾ എന്നെയും കൂടെ ആ പ്രസിഡൻഷ്യൽ ഡിന്നറിലേക്ക് വിളിക്കുകയുണ്ടായി. എനിക്ക് അന്ന് അത്യാവശ്യമായിട്ട് ബോംബെ സെൻട്രലിൽ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഞാൻ ആ മീറ്റിങ്ങിന് പോയിട്ട് ഈ ഡിന്നറിന് എത്താൻ വേണ്ടി ബോംബെയിലെ ട്രാഫിക് വന്നിട്ട് ഒരുപാട് താമസിച്ചു. അവൻ താമസിക്കുന്നു. 7 മണിയോളമായി പീക്ക് അവർ ബോംബെ ട്രാഫിക്ക്. പ്രസിഡൻഷ്യൽ ഡിന്നറിന് ഞാൻ ലേറ്റായി പോകുന്നുള്ള പേടിയും വ്യാധിയുമായപ്പോൾ ഞാൻ ചാച്ചി എന്താ ചെയ്യുക? ഞാനങ്ങനെ ഋഷിരാജ് സിംഗിനെ ഫോൺ വിളിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, സാർ എവിടെയുള്ളത്? അപ്പോൾ സാറ് അന്ന് ജന്മനാട്ടിൽ അവിടെയാണ്, ഫാമിലിയിൽ എന്തോ ഒരു ആവശ്യമുണ്ടായിട്ട് പോയിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ ബോംബെയിലുള്ളത്, ഞാനിങ്ങനെ ഒരു പ്രസിഡൻഷ്യൽ ഡിന്നറുണ്ട്, ഞാനന്ന് കുറച്ച് ലേറ്റായി പോയി. അപ്പോൾ ഞാൻ ബോംബെയിലുണ്ടോയെന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാണ്. അപ്പോൾ ഞാൻ കരുതി ഇദ്ദേഹം പോയിരിക്കുന്ന കാര്യം അതത്ര നല്ല ഒരു സംഭവം അല്ലാത്തതുകൊണ്ട് ഞാൻ കക്ഷി വിഷമിപ്പിക്കേണ്ടെന്ന് കരുതി. എന്നിട്ട് അദ്ദേഹം ഫോൺ വെച്ചു. ഒരു 2 മിനിറ്റ് ചോദിച്ച് തിരിച്ചു പറഞ്ഞു, സാറിൻ്റെ വണ്ടിയുടെ നമ്പർ എത്ര എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ നമ്പർ പറഞ്ഞു കൊടുത്തു. എനിക്ക് മനസ്സിലാകുന്നില്ല. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ബോംബെ ട്രാഫിക് കോപ്പ് 2 വണ്ടികൾ മുന്നിലും പിന്നിലും വന്ന് നിന്നിട്ട് എനിക്ക് എസ്കോർട്ടും ആയിട്ട് ട്രാഫിക്ക് മാറ്റി എന്നെ കൃത്യസമയത്ത് ഇദ്ദേഹം ആ പ്രസിഡൻഷ്യൽ ഡിന്നറിന് കൊണ്ടെത്തിച്ചു. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളൊരു ചോദ്യം, വലിയ ഒരു സുഹൃത്ത് വലയമുള്ള താങ്കൾക്ക് ഇത്തരത്തിൽ സുഹൃത്തുക്കൾ ആവശ്യങ്ങൾ പറയുന്നതും അവർക്ക് വേണ്ടി അത് ചെയ്തു കൊടുക്കുമ്പോഴും അത് അതിർവരമ്പുകൾ വിട്ടുപോകുന്നുണ്ടോ? അതെന്തെങ്കിലും ഒരു ഭാരമായി താങ്കൾക്ക് തോന്നിയിട്ടുണ്ടോ? ഇടയ്ക്ക് സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് വേണം നിയമത്തിന് നേരെ ഒന്ന് കണ്ണടയ്ക്കൂ. അത് അടയ്ക്കില്ല. ഞാൻ എൻ്റെ മകനോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഇന്ന് തെറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാനായിരിക്കും ഇതിന് ജയിലിൽ അയക്കുക, ഒരു സംശയം വേണ്ട. അതിന് പറഞ്ഞിട്ടുണ്ട്. യു ക്യാൻ ആസ്ക് ഹിം. ഇപ്പോൾ തന്നെ വിളിച്ച് ചോദിക്കാം. ഇപ്പൊ അതിന് മൊബൈലില്ല, ഇപ്പം വിളിച്ചത് ഞാൻ പകുതി അടയ്ക്കും. അതുകൊണ്ടാണല്ലോ ഇപ്പം റസൂലിന് വേണ്ടിയിട്ട് ഒരു എസ്കോർട്ട് ഒരു ഇത് വിട്ടുകൊടുത്ത്. അത് ഒരു VIP അല്ലേ? VIPക്ക് വേണ്ടി നമ്മൾ ഒരു ഏർപ്പാട് ചെയ്യാൻ ഏതാ തെറ്റെന്താണ്? അത് ഒരു ഒഫീഷ്യൽ ഒരു കാര്യത്തിന് വേണ്ടി ഒരു സ്ഥലത്തിലേക്ക് അദ്ദേഹത്തിന് ആവശ്യമുണ്ട്. ചെയ്യാൻ കഴിയുന്ന സഹായങ്ങളെല്ലാം സുഹൃത്തുക്കൾക്ക് വേണ്ടി ചെയ്യും. സുഹൃത്തുക്കളാണ് നമ്മുടെ ജീവിതമാണ്, അവർക്ക് വേണ്ടി നമ്മുടെ ജീവിതം പോലെ കൊടുക്കാം. വരട്ടെ, ഒരാളും കൂടി സമാനമായ ഒരു ചോദ്യം ചോദിക്കുന്നു. വാട്സാപ്പും ഫേസ്ബുക്കും ഇമെയിലും ഒക്കെ വരുന്നതിന് മുൻപ് തന്നെ തൻ്റെ സഹപാഠികളോടും സഹപ്രവർത്തകരോടും എന്നും ഒരു ബന്ധം പുലർത്തണം എന്നോർത്ത് അദ്ദേഹം വളരെ രസകരമായ ഒരു ചിട്ടയിൽ ഏർപ്പെട്ടിരുന്നു. എല്ലാ വർഷവും യാതൊരു വീഴ്ചയും കൂടാതെ അദ്ദേഹം തൻ്റെ ബാച്ച്മേറ്റ്സ്, അതായത് IAS, IPS, IFS തുടങ്ങിയ എല്ലാ സർവീസസിലുമുള്ള തൻ്റെ ബാച്ച്മേറ്റ്സിൻ്റെ എല്ലാവരുടെയും കോൺടാക്ട് ഡീറ്റെയിൽസ് കളക്ട് ചെയ്തതിന് ശേഷം വളരെ മനോഹരമായി അതിനെ ശേഖരിച്ച് ചിട്ടപ്പെടുത്തി അതിനെ ഒരു ബാച്ച് ഡയറിയുടെ രൂപത്തിൽ ആക്കിയതിന് ശേഷം എല്ലാ ബാച്ച്മേറ്റ്സിൻ്റെയും ഓഫീസിൽ എത്തിക്കുമായി. ഇന്നും ആ പ്രവൃത്തി ചെയ്യുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്.
അപ്പോൾ ഇന്നത്തെ യുവാക്കൾ സുഹൃത്തുക്കളോടും അതുപോലെ തന്നെ ബന്ധുക്കളോടും ഒക്കെ ഒരു ബന്ധം പുലർത്താനായി നമ്മൾ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ നവമാധ്യമങ്ങളെയാണ് പലപ്പോഴും ആശ്രയിക്കുക. പ്രത്യേകിച്ചും വാട്ട് ആർ ദ ട്രാപ്സ് ഇൻ സോഷ്യൽ മീഡിയ, ആ കെണികളിൽ ചെന്ന് പെടാണ്ടിരിക്കുന്നത് എങ്ങനെയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു തന്നാൽ നല്ലതായിരിക്കും. താങ്കൾ ഒരുപാട് സുഹൃത്തുക്കളുമായിട്ട് നിരന്തരം ബന്ധപ്പെടാറുണ്ട്. അല്ല, ഞാൻ എൻ്റെ ബാച്ച്മേറ്റിൻ്റെ അത് ഞാൻ പറയുകയായിരുന്നു. ബാച്ച്മേറ്റ് അന്ന് 20 വർഷമായിട്ട് ഞങ്ങൾ ഒരു 100ഓളം ആളുകളുണ്ട് ബാച്ചിൽ IPS. അവർ എവിടെയാണ് ജോലി ചെയ്യുന്നത് എല്ലാ 6 മാസത്തിലെ ഒരു പ്രാവശ്യം ഡയറി ഞാൻ തയ്യാറാക്കി അവർ എവിടെ ജോലി ചെയ്യുന്നു അത് ഞാൻ തന്നെ എഴുതി. ഇപ്പോൾ അത് വളരെ നിസ്സാരമായ ഒരു കാര്യം കാണാം. പക്ഷെ തുടങ്ങിയപ്പോൾ അന്ന് ഫോൺ പോലും കിട്ടില്ലായിരുന്നു. 95, 96 ഒക്കെ ഒരു മണിപ്പൂരിൽ എല്ലാ സംസ്ഥാനങ്ങളിലും എൻ്റെ ബാച്ച്മേറ്റുണ്ട്. ജമ്മു കാശ്മീരിലൊക്കെ വിളിച്ചാൽ അങ്ങനെ കിട്ടുകയില്ല. അത് മണിപ്പൂരിൽ വിളിച്ചാൽ നാഗാലാൻഡിൽ വിളിച്ചാൽ കിട്ടുമൊന്നുമല്ല. പക്ഷേ എന്നിട്ടും ഞാൻ പാടുപെട്ടിട്ട് എല്ലാ 6 മാസത്തിൻ്റെ എല്ലാം ഉണ്ടാക്കി എല്ലാ ആളുകളും ഞാൻ അത് അയക്കുകയാണ്. ഇനിയും ഞാൻ അയക്കുന്നുണ്ട്. ഇന്നും അയക്കുന്നുണ്ട്. എല്ലാ ബാച്ച്മേറ്റ്സിനും ഡയറികൾ അപ്പോൾ എല്ലാവർക്കും സഹായകരമാണ്. അതെ, ഞാനത് കുട്ടി പറഞ്ഞ കാര്യത്തിൽ നമ്മളെ അറിയാവുന്ന ആളുകൾ നമ്മുടെ ജീവിതത്തിൽ ആളുകൾ ഫ്രണ്ട്സായിട്ടൊക്കെ വരിക അത് നമ്മൾക്ക് ഒരു ഭാഗ്യമായിട്ട് നമ്മളെ കാണണം. അപ്പോൾ നമ്മുടെ ആ ഫ്രണ്ട്ഷിപ്പ് നമ്മൾ നിലനിർത്തണം. നമ്മളത് മുന്നോട്ട് കൊണ്ടുപോകണം. 30 വർഷം മുമ്പിലുള്ള നമ്മുടെ മസൂറിയിൽ 3 മാസത്തിൻ്റെ ട്രെയിനിങ്ങേ ഉള്ളൂ. അവിടെ എല്ലാ സർവീസുള്ള ആളുകളുണ്ട്. പോലീസിൻ്റെ ട്രെയിനിങ് ഉണ്ടാകുന്നത് ഹൈദരാബാദിലാണ്. അവിടെ IAS, IPS, ഫോറസ്റ്റ്, റിവന്യൂ എല്ലാം ഞങ്ങൾ 400 ആളുണ്ടായിരുന്നു അവിടെ. ഈ അടുത്ത കാലത്തിൽ ഞാൻ 400 ആളുകൾക്ക് എല്ലാവർക്കും വേണ്ടി ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഞാൻ തുടങ്ങി. ദാറ്റ്സ് ഗുഡ്. അവരെല്ലാം വരുന്നത് കയറി. ഇപ്പോൾ അവരെല്ലാം സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. എല്ലാം മിക്കവാറും 95% ആളുകൾ അന്ന് മസൂറിയിൽ, അതായത് 26 ഓഗസ്റ്റ് 85 മുതൽ 11 ഡിസംബർ 85 ശേഷം ചിലപ്പോൾ സംസാരം പോലെ ഇല്ലായിരിക്കാം. അവരെല്ലാം ഇപ്പോൾ വളരെ ഈ ഡേറ്റുകളൊക്കെ സ്ഫടികം പോലെ ഓർമ്മയാണല്ലോ. കംപ്ലീറ്റ് ഓരോ സമയത്ത് എവിടെ പ്രവേശിച്ചു, ഏത് ജോലി പ്രവേശിച്ചു, എപ്പോൾ വിട്ടു, എല്ലാ ഡേറ്റും. ഇത് കുട്ടി പറഞ്ഞ ഒരു കാര്യം, അതൊരു മിടുക്കിയാണ്. അതൊരു ഡോക്ടറാണ്, ഒരു എഴുത്തുകാരിയാണ്, നല്ല ഒരു എഡിറ്ററാണ്, നല്ല ഒരു ഓഫീസറും കൂടിയാണ്. ഇത് കവിതയൊക്കെ എഴുതാറുണ്ട്. കുട്ടി പറഞ്ഞത് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ട്രാപ്പുകളുണ്ട്. നമ്മൾ ഒരു കാര്യം വിചാരിക്കണം, നമ്മൾ മോശമായ മെസ്സേജ് ആരോടും അയക്കാൻ പാടില്ല. നമ്മൾ വളരെ അടുത്തുള്ള സുഹൃത്തായാലും അത് എവിടെയൊക്കെ എങ്ങനെയൊക്കെ പോകും നമുക്കറിയില്ല. നമ്മളെ മെസ്സേജുകൾ ഇപ്പോൾ നാട്ടുകാരെല്ലാം കാണുന്നുണ്ട്. പുതിയ സോഫ്റ്റ്വെയറൊക്കെ എല്ലാം വന്നിട്ടുണ്ട്. എൻ്റെ ഫോണിൽ എന്തൊക്കെ മെസ്സേജുകളാണ് എൻ്റെ അറിവില്ലാത്തതും അവർക്ക് വേണമെങ്കിൽ മൊത്തം അവർ കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും. അത് ആരുടെയൊക്കെ സെർവറിൽ വന്ന് വീഴുന്നുണ്ട്. അപ്പോൾ മോശമായ മെസ്സേജ് നമ്മൾ ആരോടും അയക്കേണ്ട. നമ്മളോട് ആരും ഒരു മോശമായിട്ട് എന്തെങ്കിലും പറഞ്ഞാണെങ്കിൽ അതിന് പ്രതികരിക്കാൻ നമ്മളൊന്നും പോകേണ്ട, അത് ഡിലീറ്റ് ചെയ്താൽ മതി. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കും. പിന്നെ സോഷ്യൽ മീഡിയയിൽ സമയം കുറക്കണം. ഈ കുട്ടികളോട് ഞാൻ എപ്പോഴും പറയാനുള്ള കാര്യമാണ്, 1/2 മണിക്കൂറിനേക്കാൾ കൂടുതൽ നമ്മുടെ സമയം ഇതിൻ്റെ മേലിൽ വാട്സപ്പിലോ ഒക്കെ ഇതൊക്കെ നമ്മൾ കൊടുക്കാൻ പാടില്ല. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ട്രോള് ഈ സമീപകാലത്ത് വന്നത് താങ്കളുടെ ഈ പരാമർശം കൊണ്ടാണ്. അതായത് ഒരു പെൺകുട്ടിയെ 13 സെക്കൻഡ് നോക്കിയിട്ട് ഒന്ന് കണ്ണെടുത്തിട്ട് ഒന്നോട് നോക്കി തുടങ്ങിയ കുഴപ്പമുണ്ടോ? ഈ വയോലിസമിന് പറഞ്ഞു വെച്ചാൽ നമ്മൾ ഒരു സ്ത്രീയുടെ ഒരു പ്രത്യേക ഭാഗങ്ങളെ കുറിച്ച് നമ്മൾ ഒരു മോശമായ രീതിയിൽ ഒറ്റ നിമിഷത്തിൽ നോക്കിയാലും അത് അതിന് കേസ് എടുക്കേണ്ടതാണ്. അത് സംശയമൊന്നും വേണ്ട. അത് रंग और नस्ल जात और मजहब जो भी हो आदमी से है कमतर